Hi all, welcome to EdCredence. അപ്പോൾ നമ്മളെ റിസർച്ച് ഓഫീസറിൻ്റെ എക്സാം കഴിഞ്ഞു. എക്സാം നമ്മുടെ ക്ലാസ്സിൽ പഠിച്ച കുട്ടികൾക്കൊക്കെ അത്യാവശ്യം നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുമെന്നൊക്കെ അറിഞ്ഞിട്ടുണ്ട്. എന്തായാലും സന്തോഷം. അതിൽ തന്നെ മാത്സ് പൊതുവെ കുറച്ച് ടഫാണെന്നാണ് നമുക്ക് കേൾക്കാൻ പറ്റിയിട്ടുള്ളത്. പൊതുവെ ടഫ് തന്നെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ 2026 റിസർച്ച് ഓഫീസർ എക്സാമിൻ്റെ മാത്തമെറ്റിക്സിലെ 25 ചോദ്യങ്ങൾ, അതിൻ്റെ കൃത്യമായ ഉത്തരങ്ങളും വിശദീകരണങ്ങളുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം, അതിൻ്റെ ആൻസേഴ്സ് നോക്കാം. ഓക്കെ, സോ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ടി ഫ്രം ലീനിയർ ഓൾജിബ്രയിലെ ചോദ്യമാണ്. നമുക്കറിയാം ലീനിയർ ഓൾജിബ്രയിൽ നിന്ന് 5 ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. അതിൽ ആദ്യത്തെ ചോദ്യമാണ് ടി ഫ്രം P2 of R to P2 of R be the linear transformation defined by T of Px is equal to P of x plus 1 for all Px belongs to P2 of R. അപ്പോൾ ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് റിസർച്ച് ഓഫീസറിൻ്റെ എക്സാമിനാണെങ്കിലും അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റ്, റിസർച്ച് അസിസ്റ്റൻറ്റ് തുടങ്ങിയ എക്സാമുകൾക്കെല്ലാം യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊരു ലീനിയർ ട്രാൻസ്ഫർമേഷനാണ്. P2 of R. P2 of R എന്ന് പറഞ്ഞാൽ എല്ലാ റിയൽ പോളിനോമിയലുകൾ വിത്ത് ഡിഗ്രി 2 അല്ലേ, അങ്ങനത്തെ P2 of Rൽ നിന്ന് P2 of R, അതായത് നമ്മളുടെ റിയൽ പോളിനോമിയൽ ഉണ്ടല്ലോ, ax² പ്ലസ് bx പ്ലസ് c ഫോമിലുള്ള പോളിനോമിയൽസ് a, b, c റിയൽ നമ്പേഴ്സ് ആയിരിക്കുമ്പോൾ, അപ്പോൾ അവിടെ ആ പോളിനോമിയലുകളിൽ നിന്ന് ആ പോളിനോമിയലുകളിലേക്ക് ഒരു ലീനിയർ ട്രാൻസ്ഫർമേഷൻ ഡിഫൈൻ ചെയ്യുന്നു. T of Px ഈസ് ഈക്വൽ ടു P of x plus 1. അതിൻ്റെ മെട്രിക് റെപ്രസെൻറ്റേഷനാണ് m എന്നുണ്ടെങ്കിൽ നമുക്ക് താഴ്ത്തുനിന്നിരിക്കുന്ന ഏത് ഓപ്ഷനാണ് ശരി എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ചെയ്യുന്നില്ല. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടാണ് എക്സാം എഴുതിയത്, അല്ലെങ്കിൽ ഇനിയുള്ള എക്സാമുകൾക്ക് നമ്മളിതൊക്കെ പഠിച്ചിട്ടാണ് എഴുതുന്നത്. സോ ഞാൻ കോൺസെപ്റ്റ് അധികം പറയുന്നില്ല, ഞാൻ എൻ്റെ ആൻസറിന് വേണ്ടത് മാത്രമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ബേസിസ് തന്നിട്ടുണ്ട്. ബേസിസ് എന്ന് പറയുന്നത് ആരാണ്? നമ്മളുടെ ബേസിസ് എന്ന് പറയുന്നത് സെറ്റ് 1, x, ആണ്. അപ്പോൾ നമ്മൾ ഈ മെട്രിക്സ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ ആ മെട്രിക്സ് ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. മെട്രിക്സ് ഡിഫൈൻ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, T of 1 കണ്ടുപിടിക്കുക, T of x കണ്ടുപിടിക്കുക, T of x² കണ്ടുപിടിക്കുക. അതിൽ 1ൻ്റെ കോഎഫിഷ്യൻ്റ് ആദ്യം, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് രണ്ടാമത്, x²ൻ്റെ കോഎഫിഷ്യൻ്റ് മൂന്നാമത്, ഇങ്ങനെ എഴുതി കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടി കാര്യമായിട്ട് പറഞ്ഞുതരാം. T of 1 എന്ന് പറയുന്നത് എക്സ് ഉണ്ടെങ്കിൽ x+1 ഇട്ട് കൊടുക്കാനാണ് പറയുന്നത്. P of xന് പകരം P of x+1. P of x ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ P of x+1 എന്ത് തന്നെ ആയിരിക്കും? 1 ആയിരിക്കും. അവിടെ എക്സ് ഇല്ല അല്ലെ. അപ്പോൾ T of 1 എന്ന് പറയുന്നത് 1 തന്നെയാണ്. ഇനി T of x എന്ന് പറയുന്നത് നോക്കി, എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? x+1 കൊടുക്കുക. ഇനി T of x² ആണെങ്കിൽ എക്സിൻ്റെ സ്ഥാനത്ത് x+1 കൊടുക്കുമ്പോൾ x+1 ദി ഹോൾ സ്ക്വയർ എന്ന് വരും. അത് x² പ്ലസ് 2x പ്ലസ് 1 ആയിരിക്കും. ക്ലിയർ? ഇനി ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതും. ഈ ഫോമിൽ നമ്മൾ കോഎഫിഷ്യൻ്റ് ആക്കി എഴുതും. അതായത് 1 × 1 പ്ലസ് 0 × x പ്ലസ് 0 × x². അടുത്ത ഇതിനെ അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ 1 × 1 പ്ലസ് 1 × x പ്ലസ് 0x². ഇത് ആ ഫോമിൽ തന്നെയാണ് 1 പ്ലസ് 2x പ്ലസ് x². ഓക്കെ, ഇനി ഈ കോഎഫിഷ്യൻസ് വേണം ഇവിടെ എഴുതാൻ. അതായത് ക്യാപിറ്റൽ M ഈസ് ഈക്വൽ ടു നമ്മളുടെ മെട്രിക്സ് വരുന്നത് ഇങ്ങനെയാണ്. നോക്കിയേ, ആദ്യത്തെ T of 1നകത്തുള്ള കോഎഫിഷ്യൻസ് എഴുതുക. 1ൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആണ്, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 0 ആണ്, x²ൻ്റെ കോഎഫിഷ്യൻറ്റും 0 ആണ്. അടുത്ത x+1 എഴുതി കഴിഞ്ഞാൽ 1ൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആണ്, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആണ്, x²ൻ്റെ കോഎഫിഷ്യൻ്റ് 0 ആണ്. നെക്സ്റ്റ് x+1 ദി ഹോൾ സ്ക്വയർ ആണെങ്കിൽ 1ൻ്റെ കോഎഫിഷ്യൻ്റ് 1, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 2, x²ൻ്റെ കോഎഫിഷ്യൻ്റ് 1. ഇനി നമ്മൾ ഇതിൽ നിന്ന് ആൻസർ കണ്ടെത്തണം. ആൻസർ കണ്ടെത്തുമ്പോൾ ആദ്യത്തെ ചോദ്യം ഡിറ്റർമിനൻ്റ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഡിറ്റർമിനൻ്റ് എളുപ്പമാണ്. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണിത്. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുമ്പോൾ പ്രോഡക്റ്റ് ഓഫ് ഡയഗണൽ ആണ്. സോ 1 × 1 × 1. അപ്പോൾ ഡിറ്റർമിനൻ്റ് 1 ആണ്. ഡിറ്റർമിനൻ്റ് 2 എന്നുള്ളത് തെറ്റ് ഓപ്ഷൻ ആണ്. ഇനി റാങ്ക് ഓഫ് M ഈക്വൽ ടു 2. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണെങ്കിൽ അതിൽ നമ്പർ ഓഫ് നോൺ സീറോ റോസ് എടുത്താൽ റാങ്ക് കിട്ടും. നമ്പർ ഓഫ് നോൺ സീറോ റോസ് എടുത്താൽ മതി. അപ്പോൾ ഇതൊരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. ഈ റോയിലും നോൺ സീറോ നമ്പർ ഉണ്ട്, ഈ റോയിലും നോൺ സീറോ നമ്പർ ഉണ്ട്, ഈ റോയിലും നോൺ സീറോ നമ്പർ ഉണ്ട്. സോ നോൺ സീറോ റോസിൻ്റെ എണ്ണം 3 ആണ്. സോ ഇവിടെ റാങ്ക് 2 അല്ല 3 ആണ്. നെക്സ്റ്റ് 1 ഈസ് ദി ഓൺലി eigen വാല്യൂ ഓഫ് എ. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിൻ്റെ eigen വാല്യൂ എന്ന് പറയുന്നത് ഇവിടുത്തെ ഡയഗണലിൽ വരുന്ന ആൾക്കാരാണ്.
ഇവിടുത്തെ ഡയഗണലിലാകെ ആര് മാത്രമേ വരുന്നുള്ളൂ? 1 മാത്രമേ വരുന്നുള്ളൂ. സോ ഇവിടുത്തെ eigen വാല്യൂ എന്ന് പറയുന്നത് ആദ്യത്തെ 1, രണ്ടാമത്തെ 1, മൂന്നാമത്തെ 1. സോ 1 മാത്രമാണ് eigen വാല്യൂ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ. പിന്നെ വരുന്നതാണ് നള്ളിറ്റി. നള്ളിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം റാങ്ക് നള്ളിറ്റി തിയറം അനുസരിച്ചിട്ട് ഡയമെൻഷനിൽ നിന്ന് കുറച്ചാൽ മതി. ഇവിടുത്തെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 3യിൽ നിന്ന് റാങ്ക് കുറയ്ക്കുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന നള്ളിറ്റി എന്ന് പറയുന്നത് 0 ആണ്. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 1 ഈസ് ദി ഓൺലി eigen വാല്യൂ ഓഫ് എം. ക്ലിയർ അല്ലേ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, എം ഒരു മെട്രിക്സ് ആണ്. അതിൽ എക്സ് ആരാണെന്ന് നമുക്ക് അറിയില്ല. നമുക്കൊരു എക്സ് തന്നിട്ടുണ്ട്, അത് ആരാണെന്ന് അറിയില്ല. ഇനി -2ഉം 3യും ആണ് അതിൻ്റെ 2 eigen വാല്യൂസ് എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യവും കൂടെ ഉണ്ടെങ്കിൽ ബാക്കി എന്താണ് ട്രൂ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ നോക്കി, ഇതിൽ നിന്ന് തന്നെ ഞാൻ തുടങ്ങാം. എം ക്യൂബ് ഇൻറ്റു നോക്കിയടാ, എം ക്യൂബ് ഇൻറ്റു 0 1 1 ഈസ് ഈക്വൽ ടു 0 125 125. ഇതിനെ ആദ്യമേ എന്ത് ചെയ്യാന്നറിയാവോ? 125 ഇൻറ്റു 0 1 1 എന്ന് എഴുതാം. ഇത് കണ്ടോ, എം ക്യൂബ് ഇൻറ്റു 0 1 1 ഈസ് ഈക്വൽ ടു 125 ഇൻറ്റു 0 1 1 എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? 125 എം ക്യൂബിൻ്റെ eigen വാല്യൂ ആണെന്ന് പറയാം. 125 ഈസ് ആൻ eigen വാല്യൂ ഓഫ് എം ക്യൂബ്. ഈ 125 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 5 ക്യൂബ് തന്നെയാണ്. സോ 5 ക്യൂബ് എം ക്യൂബിൻ്റെ eigen വാല്യൂ ആണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് പറയാം 5 ഈസ് ആൻ eigen വാല്യൂ ഓഫ് എം എന്ന് പറയാം. 5 ഈസ് ആൻ eigen വാല്യൂ ഓഫ് എം. അപ്പോൾ ഈ മെട്രിക്സിൻ്റെ 3 eigen വാല്യൂസിൽ 2 എണ്ണം അവർ ഓൾറെഡി തന്നിട്ടുണ്ട്, -2 3 അല്ലേ? അപ്പോൾ ഇവിടുത്തെ eigen വാല്യൂസ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും -2ഉം 3യും ഇനി നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന 5ഉം ആണ്. ഓക്കെ, ഇനി നമുക്കറിയാം ട്രേസോ ഡിറ്റർമിനന്റോ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. സം ഓഫ് ദി ഡയഗണൽ എലമെന്റ്സ് ആണ് ട്രേസ്. ആ ട്രേസ് ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. സം ഓഫ് ദി ഡയഗണൽ എലമെന്റ്സ് ആണ് ട്രേസ്. സം ഓഫ് ദി eigen വാല്യൂസും ട്രേസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ട്രേസ് കണ്ടുപിടിക്കാനുള്ള 2 വഴി നമുക്കുണ്ട്, അത് ഉപയോഗിച്ച് നമ്മൾ ചെയ്യും. അതായത് ട്രേസ് ഈസ് ഈക്വൽ ടു -2 + 3 + 5 സം ഓഫ് eigen വാല്യൂസ്. ഇനി സം ഓഫ് ഡയഗണൽ എൻട്രീസ് ചെയ്ത് കഴിഞ്ഞാൽ -2 + 2 + x. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണ്. അതായത് ഒന്നുകൂടി ഞാൻ പറയാം, സം ഓഫ് ഡയഗണൽ എലമെന്റ്സും സം ഓഫ് eigen വാല്യൂസും എപ്പോഴും ഈക്വൽ ആയിരിക്കും. അതിനെയാണ് നമ്മൾ ട്രേസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് x ഈസ് ഈക്വൽ ടു 6 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ x ഈസ് ഈക്വൽ ടു 6 എന്ന് കിട്ടുമ്പോൾ തന്നെ x ഈക്വൽ ടു 5 എന്ന് പറയുന്ന 2 ഓപ്ഷൻ വെട്ടിപ്പോവും. ഓക്കെ, അപ്പോൾ എന്തായാലും എക്സ് നോട്ട് ഈക്വൽ ടു 5 ആണ്. ഇതിൽ ഒരെണ്ണമായിരിക്കും നമുക്ക് ശരിയായിട്ട് വരുന്നത്. അതിൽ ഇനി നമ്മൾ നോക്കേണ്ടത് m² + m ഇൻവെർട്ടിബിൾ ആണോ, m² + m നോട്ട് ഇൻവെർട്ടിബിൾ ആണോ എന്നാണ്. പറയുന്ന ഇൻവെർട്ടിബിൾ ആണോ നോട്ട് ഇൻവെർട്ടിബിൾ ആണോ നോക്കാനുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വഴി എന്ന് പറയുന്നത് അതിൻ്റെ eigen വാല്യൂസ് കണ്ടുപിടിക്കുക, അതിൽ 0 വരുന്നുണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളാണ് ഇതിൻ്റെ eigen വാല്യൂസ് കണ്ടുപിടിക്കാൻ. m² + mൻ്റെ eigen വാല്യൂസ് എന്ന് പറയുന്നത് λ² + λ, where λ is an eigen value of m. അതായത് m² + mൻ്റെ eigen വാല്യൂ കണ്ടുപിടിക്കാൻ mൻ്റെ eigen വാല്യൂ എടുക്കുക, അതിനെ സ്ക്വയർ ചെയ്യുക, പ്ലസ് അത് തന്നെ ആഡ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ -2 ഒരു eigen വാല്യൂ ആണ് എമ്മിൻ്റെ ഒരു eigen വാല്യൂ ആണ് -2. അപ്പം -2ൻ്റെ സ്ക്വയർ പ്ലസ് -2 എന്ന് പറയുന്നത് ഈ പറയുന്ന m² + mൻ്റെ ഒരു eigen വാല്യൂ ആയിരിക്കും. -2ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്. പ്ലസ് മൈനസ് ഒരുമിച്ച് വരുമ്പോൾ -2, 4 - 2 2 ഒരു eigen വാല്യൂ ആണ്. അടുത്ത നമ്മൾ 3 ഇട്ട് കൊടുത്താൽ എമ്മിൻ്റെ അടുത്ത eigen വാല്യൂ ആയ 3 ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ 3² + 3 എന്ന് പറയുന്നത് m² + mൻ്റെ eigen വാല്യൂ ആയിരിക്കും. 3² 9, 9 + 3 12. അടുത്ത എമ്മിൻ്റെ eigen വാല്യൂ ആയിട്ട് നമ്മൾ 5നെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ 5² + 5 എന്ന് പറയുന്നത് ആരുടെ eigen വാല്യൂ ആയിരിക്കും? m² + mൻ്റെ, അത് 30 കിട്ടും അല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതൊന്നും എന്തല്ല, 0 അല്ല. അപ്പോൾ eigen വാല്യൂ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ പറയും m² + m ഈസ് ഇൻവെർട്ടിബിൾ എന്ന് പറയും. m² + m ഈസ് ഇൻവെർട്ടിബിൾ എന്ന് പറയും. ഓക്കെ, അപ്പോൾ m² + m ഇൻവെർട്ടിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ m² + m ഇൻവെർട്ടിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ eigen വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ eigen വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് 0 ഉണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ m² + m
ഇൻവെർട്ടിബിൾ ആണെന്ന് കിട്ടി, എം സ്ക്വയർ പ്ലസ് എം ഇൻവെർട്ടിബിൾ ആണെന്ന് കിട്ടി. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എക്സ് നോട്ട് ഈക്വൽ ടു 5 ആൻഡ് എം സ്ക്വയർ പ്ലസ് എം ഈസ് ഇൻവെർട്ടിബിൾ എന്ന് പറയുന്ന ഓപ്ഷൻ ആണ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് കോൺസെപ്റ്റ് ആയതുകൊണ്ട് ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, പെട്ടെന്ന് പറഞ്ഞു പോവാം. നോക്കിയേ, എ എക്സ് ഈക്വൽ ടു ബി ഹാസ് എ യൂണീക് സൊല്യൂഷൻ വെയർ എ ഈസ് ആൻ എം ബൈ എൻ മെട്രിക്സ് ആൻഡ് ബി ഈസ് ആൻ എം ബൈ 1 മെട്രിക്സ്, ദെൻ എം ഈക്വൽ ടു എൻ. അതായത് യുണീക് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ എം ഈക്വൽ ടു എൻ ആവണം നിർബന്ധം ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നിർബന്ധം ഇല്ല. യുണീക് സൊല്യൂഷൻ ആവാൻ ഒന്നുകിൽ എം ഈക്വൽ ടു എൻ ആകാം, അല്ലെങ്കിൽ എം ഗ്രേറ്റർ ദാൻ എൻ ആകുമ്പോഴും യുണീക് സൊല്യൂഷൻസ് ഉണ്ടാവാറുണ്ട്. സോ ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത്, ഫോർ എ സബ്സ്പേസ് W ഓഫ് എ നോൺ സീറോ വെക്ടർ സ്പേസ് V whenever U belongs to V minus W and V belongs to V minus W, U plus V belongs to V minus W എന്നുള്ളതാണ് നമ്മളുടെ സ്റ്റേറ്റ്മെന്റ്. അതിൻ്റെ ഉത്തരം നമുക്കൊരു സിമ്പിൾ എക്സാമ്പിളിലൂടെ പറയാൻ പറ്റും. ഇപ്പോൾ V എന്ന് പറയുന്നത് R2 ആണെന്ന് എടുക്കുക, അതായത് ഹോൾ റിയൽ പ്ലെയിൻ. ഇനി അതിൻ്റെ സബ്സ്പേസ് ആയിട്ടുള്ള W എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ x, 0 such that x belongs to R, അതായത് ഇവിടുത്തെ റിയൽ ആക്സിസ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, എക്സ് ആക്സിസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് നമ്മൾ V മൈനസ് ഡബ്ല്യൂയിൽ രണ്ട് പേരെ ഞാൻ എടുക്കുന്നു. ഇപ്പോൾ 1,1 നമ്മളുടെ V മൈനസ് ഡബ്ല്യൂയിലുണ്ട്. V മൈനസ് ഡബ്ല്യൂ എന്ന് പറഞ്ഞാൽ വിയിൽ ഉണ്ടാകണം, പക്ഷെ ഡബ്ല്യൂയിൽ ഉണ്ടാകരുത്. ഇതിപ്പോൾ 1,1 എന്ന് പറയുന്നത് ഒരിക്കലും ഇതിനകത്തില്ല. ഇതിനകത്ത് ഉണ്ടാവണമെങ്കിൽ റൈറ്റ് നമ്പർ 0 ആയിരിക്കണം. അത് V മൈനസ് ഡബ്ല്യൂയിലുണ്ട്. അടുത്ത 1,-1 എവിടെയുണ്ട്? V മൈനസ് ഡബ്ല്യൂയിലുണ്ട്. അതായത് ഇതിനെ ഞാൻ U എന്ന് വിളിക്കുന്നു, ഇതിനെ V എന്ന് വിളിക്കുന്നു. ഇനി U പ്ലസ് V എടുത്തു നോക്കുക. U പ്ലസ് V എന്ന് പറയുമ്പോൾ 1 + 1 2 കിട്ടും, 1 - 1 0 കിട്ടും. ഇതെന്ന് പറയുന്നത് എവിടെയില്ല? V മൈനസ് ഡബ്ല്യൂയിൽ ഇല്ല. അപ്പോൾ യുവും വിയും V മൈനസ് ഡബ്ല്യൂയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ U പ്ലസ് വിയും V മൈനസ് ഡബ്ല്യൂയിൽ ഉണ്ടാകും എന്നാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടാകാത്ത കേസുകളും ഉണ്ട്. ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ബോത്ത് P ആൻഡ് Q ആർ ഫോൾസ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും തെറ്റാണ്. നമുക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. രണ്ട് സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണെന്ന് പറയാൻ പറ്റും. ക്ലിയർ? ഓക്കെ, ഇതാണ് നമ്മൾ എഴുതിയത്. ഓക്കെ, അപ്പോൾ U ഈസ് ഈക്വൽ ടു 1 1ഉം V ഈസ് ഈക്വൽ ടു 1 - 1ഉം ആണെങ്കിൽ U പ്ലസ് V എന്ന് പറയുന്നത് V മൈനസ് ഡബ്ല്യൂയിൽ ഇല്ലായിരിക്കും. ക്ലിയർ അല്ലേ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സബ്സ്പേസ് ഓഫ് ദി റിയൽ വെക്ടർ സ്പേസ് R³ എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ പെട്ടെന്ന് അങ്ങ് ആൻസർ പറയാൻ വേണ്ടിയിട്ട് ഇതിൽ ഓപ്ഷൻ എ ആണ് ശരി വരുന്നത്. അപ്പോൾ ബാക്കിയുള്ളവർ എലിമിനേറ്റ് ചെയ്യുന്നതാണ് എപ്പോഴും എളുപ്പം. അപ്പോൾ ഏതെങ്കിലും എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ പെട്ടെന്ന് എലിമിനേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പമുള്ള രീതി. അപ്പോൾ ഇവിടെ y ബിലോങ്സ് ടു Q നോക്കിയടാ, XYZൽ y ബിലോങ്സ് ടു Q ആണെങ്കിൽ അത് സബ്സ്പേസ് ആവുമെന്ന് ആദ്യം നമുക്ക് നോക്കാം. അതിൽ ഞാൻ എടുക്കുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇപ്പോൾ സപ്പോസ് 1 1 1 ഇതെവിടെയുണ്ട് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും B എന്ന് പറയുന്ന ആ ഒരു വെക്ടർ സ്പേസിനകത്തുണ്ട്, ആ ഒരു സ്പേസിനകത്തുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇത് റിയൽ R³ സബ്സ്പേസ് ആണെന്നാണ് ചോദിക്കുന്നത്. R³ സബ്സ്പേസ് ആവണമെന്നുണ്ടെങ്കിൽ ഏത് റിയൽ സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും അത് ബിക്കകത്ത് തന്നെ ഉണ്ടാവണം. ഞാനിതിനെ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് √2, √2, ആണ്. അപ്പോൾ ഏത് റിയൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും അത് ബിയിൽ ഉണ്ടായിരിക്കണം. പക്ഷെ ബിയിൽ ഉണ്ടാവണമെങ്കിൽ നടുക്കത്തെ നമ്പർ എന്തായിരിക്കണം? റിയൽ നമ്പർ ആയിരിക്കണം. അപ്പോൾ ഇതൊരിക്കലും ബിയിൽ ഉണ്ടാകത്തില്ല. അപ്പോൾ ഇതൊരു സബ്സ്പേസ് അല്ല. അതായത് നടുക്കത്തെ നമ്പർ റാഷണൽ നമ്പർ ആണ് എന്ന് പറഞ്ഞ് നമ്മളൊരു സ്പേസ് ഡിഫൈൻ ചെയ്താൽ അത് R³ സബ്സ്പേസ് ആവത്തില്ല. കാരണം ഇറാഷണൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ഫെയിൽ ആവും. ഇനി നോക്കിയേ, YZ ഈക്വൽ ടു 0 വരുന്ന സ്പേസ് ആണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ രണ്ട് പേരെ അതിനകത്ത് നിന്ന് എടുക്കുവാണ്. 2 0 1, 2 1 0. ഇത് രണ്ടും എവിടെയുണ്ട്? ഈ രണ്ട് ആൾക്കാരും നമ്മളുടെ സിക്കകത്തുണ്ട്. സി എന്ന് പറയുന്ന വെക്ടർ സ്പേസിനകത്തുണ്ട്. ഇനി ഞാനിത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4 1, 1 ആണ്. അതായത് ഇവിടെ നമ്മൾ വൈയും ഇസഡും മൾട്ടിപ്ലൈ ചെയ്താൽ 0 കിട്ടുന്നുണ്ട്. ഇവിടെയും വൈയും ഇസഡും മൾട്ടിപ്ലൈ ചെയ്താൽ 0 കിട്ടുന്നുണ്ട്. അങ്ങനത്തെ രണ്ട് എലമെന്റ്സ് എടുത്തു, അത് ആഡ് ചെയ്തപ്പോൾ കിട്ടുന്ന ഉത്തരത്തിൽ വൈയും ഇസഡും വൈ കോർഡിനേറ്റും ഇസഡ് കോർഡിനേറ്റും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 കിട്ടുന്നില്ല. അതുകൊണ്ട് അത് സിയിലില്ല. അപ്പോൾ അഡിഷൻ ഇവിടെ ഫെയിൽ ആവുന്നുണ്ട്. ഇതും എന്താകത്തില്ല? വെക്ടർ സ്പേസ് ആകത്തില്ല. ഇനിയിപ്പോൾ ഡിയുടെ ആളെടുത്തു പോയി കഴിഞ്ഞാൽ ഏതൊരു സബ്സ്പേസ് എടുത്താലും അതിനകത്ത് 0 ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ ഞാൻ 0 ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കി എക്സിന് പകരം നോക്കി 0,0 ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം.
ഓക്കെ, അപ്പോൾ ഇവിടെ 0 പ്ലസ് 2 ഇൻറ്റു 0 മൈനസ് 3 ഇൻറ്റു 0 പ്ലസ് 1 ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരിക്കലും 0 കിട്ടത്തില്ല, 1 ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അവിടെ ഒറിജിൻ ഇല്ല, ഒറിജിൻ ഇല്ലാത്തത് ഒരിക്കലും എന്താവത്തില്ല, സബ് സ്പേസ് ആവത്തില്ല. സോ എലിമിനേഷൻ ട്രിക്ക് വഴി നമുക്ക് എന്ത് പറയാം, എ ആണ് റൈറ്റ് ആൻസർ എന്ന് പറയാം. അപ്പോൾ ഞാൻ ചെയ്തത് ബിക്കകത്ത് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ അല്ല, സിക്കകത്ത് അഡീഷൻ പോസിബിൾ അല്ല, ഡിക്കകത്ത് എന്ത് പോസിബിൾ അല്ല, ഒറിജിൻ ഉണ്ട് എന്നുള്ള കാര്യം പോസിബിൾ അല്ല. അപ്പോൾ ഇത് പെട്ടെന്ന് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റാഷണൽ നമ്പർ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇറാഷണൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്നുള്ള ഐഡിയ കിട്ടണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 വരുവാണെങ്കിൽ ഇതേപോലെ രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 വരാൻ ഒരു നമ്പർ 0വും മറ്റത് 0 അല്ലാതെ എടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അഡീഷനിൽ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് നമ്മൾ ആലോചിക്കാൻ പറ്റണം. പിന്നെ ഇങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് 0 വരുമോ എന്നുള്ള സാധനമാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സബ് സ്പേസ് ആണോ നോക്കാൻ ഏറ്റവും എളുപ്പത്തിലുള്ള മെത്തേഡാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ റാങ്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ റാങ്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് സ്റ്റെപ്പൊന്നും എഴുതുന്നില്ല, പെട്ടെന്ന് റോ റിഡക്ഷൻ ചെയ്യാൻ പോവുകയാണ്. നോക്കി, റോ റിഡക്ഷൻ ചെയ്യുമ്പോൾ ആദ്യമേ ഈ 1ന് താഴെയുള്ളവരെ 0 ആക്കും. അതായത് സെക്കൻഡ് റോ ഇവിടെ നിന്ന് കുറയ്ക്കാൻ പറ്റും. അതായത് ഫസ്റ്റ് റോ അതുപോലെ തന്നെ എഴുതും 1 1 1 0 0 0. നെക്സ്റ്റ് ഇത് സെക്കൻഡ് റോ മാത്രം മേളിൽ നിന്ന് കുറച്ച് എഴുതും. ഓക്കെ, അതായത് നമ്മൾ സെക്കൻഡ് റോ നമ്മളിങ്ങനെ എഴുതത്തില്ലേ, R2 ചേഞ്ചസ് ടു R1 മൈനസ് R2, അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. സോ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് 1 മൈനസ് 1 0, അടുത്ത 1 മൈനസ് 0, അപ്പോൾ നമുക്ക് 1 അതായത് തിരിച്ചു കുറച്ചാൽ മതി, R2 മൈനസ് R1 ചെയ്താൽ മതി. കേട്ടോ, R2 ചേഞ്ചസ് ടു R2 മൈനസ് R1, R2 മൈനസ് R1. ഓക്കെ, അപ്പോൾ 1 മൈനസ് 1 0, 0 മൈനസ് 1 മൈനസ് 1, 0 മൈനസ് 1 മൈനസ് 1, 1 1 0 എന്ന് കിട്ടും. ഓക്കെ, ഇനി അത് ബാക്കി താഴോട്ട് പോകുമ്പോൾ 0 1 0 1 0 1, അതേപോലെ 0 0 1 0 1 1 എന്നാണ് വരുന്നത്. എന്നിട്ട് അടുത്തത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, 1ഉം മൈനസ് 1ഉം ചെയ്തു. ഇനി ഇവിടെ നിന്ന് ആഡ് ചെയ്യും അല്ലേ. ഇവിടെ നിന്ന് ആഡ് ചെയ്യുമ്പോൾ ഞാനത് ആഡ് ചെയ്തങ്ങ് എഴുതാൻ പോവുകയാണ്. അപ്പോൾ 1 പ്ലസ് 1 ഇത് 0 ആയി പൊക്കോളും. ഇതെന്താകും, ഇത് മൈനസ് 1 ആകും. 0 മൈനസ് 1 മൈനസ് 1, ഇത് 1 പ്ലസ് 1 എന്താകും, 2 ആകും. ഇത് 0 പ്ലസ് 1 എന്താകും, 1 ആകും. ഇത് 1 പ്ലസ് 0 1 തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇത് കിട്ടി, ഇത് കിട്ടി, ഇത് കിട്ടി, പിന്നെ ഇത് കിട്ടി. പിന്നെ നമ്മൾ ഇതുകൂടി ചെയ്യും, ഇതിൻ്റെ താഴെ 0 ആക്കുമ്പോൾ ഇത് ആഡ് ചെയ്താൽ മതി. അപ്പോൾ 1 പ്ലസ് മൈനസ് 1 0 ആകും. 0 പ്ലസ് 2 എന്ന് പറയുന്നത് 2 ആകും. 1 പ്ലസ് 1 എന്ന് പറയുന്നത് ഇവിടെ രണ്ടിടത്തും 2 ആകും. അപ്പോൾ തന്നെ റോ റിഡക്ഷൻ ആയി, അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആയി, റോ റിഡക്ഷൻ ആയി. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ചെയ്യുമ്പോൾ ഉള്ള നമ്പർ ഓഫ് നോൺ സീറോ റോസ് ആണ് ഇവിടുത്തെ റാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് 4 റോസിലും നോൺ സീറോ നമ്പേഴ്സ് ഉണ്ട്. സോ ഇവിടുത്തെ റാങ്ക് വരുന്നത് എത്രയാണ്, 4 ആണ്. അപ്പോൾ നിങ്ങൾക്ക് റോ റിഡക്ഷൻ അറിയായിരിക്കും. റോ റിഡക്ഷൻ പെട്ടെന്ന് ചെയ്ത് നോക്കുക. റോ റിഡക്ഷൻ പെട്ടെന്ന് ചെയ്യുമ്പോൾ സ്റ്റെപ്പ് എഴുതണമെന്ന് നിർബന്ധമില്ല, പെട്ടെന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നും ക്യാൻസലായി പോകത്തില്ല, എല്ലായിടത്തും നോൺ സീറോ നമ്പേഴ്സ് വരുമെന്ന് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് 4 ആണെന്ന് എഴുതാൻ പറ്റും. ക്ലിയർ? സോ നെക്സ്റ്റ് ഫങ്ഷണൽ അനാലിസിസിലൊരു ചോദ്യമാണ്. ഇപ്പോൾ ലീനിയർ ആൾജിബ്ര ആണെങ്കിൽ 5 ചോദ്യങ്ങളിൽ ഏതാണ്ട് 5 ചോദ്യങ്ങൾ നമ്മുടെ ക്ലാസ്സിൽ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ഇപ്പോൾ കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പക്ഷേ ചില ക്വസ്റ്റ്യനുകളൊക്കെ ശരിക്കും പാടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, എങ്കിലും നമ്മളെല്ലാം ക്ലാസ്സിൽ ഏറെക്കുറെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ചോദ്യം തന്നെയായിരുന്നു. ഇനിയിപ്പോൾ ഫങ്ഷണലിൻ്റെ ചോദ്യം വരുമ്പോൾ ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ലെസ് ദാൻ ക്യൂ ലെസ് ദാൻ ഇൻഫിനിറ്റി ആണെങ്കിൽ എൽ പി സബ്സെറ്റ് ഓഫ് എൽ ക്യൂ നമ്മൾ പഠിക്കുന്ന ഒരു തിയറമാണ്. അതുകൊണ്ട് ശരിയാണെന്ന് നിങ്ങൾക്ക് അറിയാം. എന്താണ്, എൽ പി സബ്സെറ്റ് ഓഫ് എൽ ക്യൂ തന്നെയാണ്. ഓക്കെ, അവിടെ നമുക്ക് പറയാൻ പറ്റും എൽ പി സബ്സെറ്റ് ഓഫ് എൽ ക്യൂ ആണ്. പിന്നെ എൽ പി ഓഫ് 0 1 സബ്സെറ്റ് ഓഫ് എൽ ക്യൂ ഓഫ് 0 1 വേറെന്ന് പറഞ്ഞിട്ട് അവർ ഇൻ്റഗ്രലിൻ്റെ കാര്യം കൊടുത്തിട്ടുണ്ട്. ഇതൊരു തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതൊരു ഡയറക്റ്റ് കോൺസെപ്റ്റ് ആയതുകൊണ്ട് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതൊരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മളുടെ ആൻസർ കീ പ്രകാരം ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ബി ആണ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓൺലി 1 എന്ന് പറയുന്ന അതാണ് നമ്മുടെ ആൻസർ കീ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്തത് ഒരു ഫങ്ഷൻ അനാലിസിസ് ചോദ്യം തന്നെയാണ്. ഫങ്ഷണലിൽ നിന്ന് ചോദ്യങ്ങൾ നന്നായിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. നോക്കിയേ, ഒരു നോൺ ലീനിയർ സ്പേസ് എക്സ് എടുക്കുക. എക്സ് ഒരു നോൺ ലീനിയർ സ്പേസ് ആണ്, എക്സ് വിത്ത് നോം. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ സബ്സെറ്റുകൾ ബോത്ത് ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് ആയിട്ടുള്ള സബ്സെറ്റുകൾ, ഇത് ആകെ നിങ്ങൾക്ക് അറിയേണ്ട 2 ഫാക്ട് മാത്രം അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും. ഒന്ന്, എല്ലാ നോൺ ലീനിയർ സ്പേസും കണക്റ്റഡ് ആണ്. ശരിക്കും അത് പാത്ത് കണക്റ്റഡ് ആണ്. എല്ലാ നോൺ ലീനിയർ സ്പേസുകളും കണക്റ്റഡ് ആണ്. 2, കണക്റ്റഡ് സെറ്റുകളിൽ ഓപ്പണും ക്ലോസ്ഡും ആകുന്ന 2 ആൾക്കാരേ ഉള്ളൂ. അത്
നൾ സെറ്റും ദ ഹോൾ സെറ്റുമാണ്. അപ്പോൾ ഈ രണ്ടും കൂടി ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് പറയാം കണക്റ്റഡ് ആണെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത് അല്ലെ. നോൺ ലീനിയർ സ്പേസ് ആണെങ്കിൽ കണക്റ്റഡ് ആയിരിക്കും. കണക്റ്റഡ് ആണെങ്കിൽ ബോത്ത് ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് ആയിട്ട് വരുന്ന രണ്ടേ രണ്ട് ആൾക്കാരെ കാണും, ഫൈയും എക്സും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് പറയാം ഫൈയും എക്സും ആണ് ഒരു നോൺ ലീനിയർ സ്പേസിന്റെ ബോത്ത് ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് ആയിട്ടുള്ള സെറ്റുകൾ എന്ന് പറയുന്നത്. സോ ഫങ്ഷണൽ അനാലിസിസിൽ നിന്ന് രണ്ട് ചോദ്യങ്ങളാണ് പറഞ്ഞിരുന്നതെങ്കിലും ഇവിടെ 3 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയടാ, എൽ പി ഒരു ഹിൽബർട്ട് സ്പേസ് ആവണമെന്നുണ്ടെങ്കിലുള്ള പ്രത്യേകതയാണ്. ഇതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യണമെന്നില്ല, കോൺസെപ്റ്റ് അറിയാവുന്നവർക്ക് എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ചോദ്യം തന്നെയാണ്. എൽ പി ഒരു ഹിൽബർട്ട് സ്പേസ് ആവണമെന്നുണ്ടെങ്കിൽ P2 ആവുമ്പോൾ മാത്രമാണ് എന്താകുന്നത്, എൽ പി എന്ന് പറയുന്നത് ഒരു ഹിൽബർട്ട് സ്പേസ് ആയിട്ട് മാറുന്നത്. ഹിൽബർട്ട് സ്പേസ് നമുക്കറിയാം കംപ്ലീറ്റ് ഇന്നർ പ്രോഡക്റ്റ് സ്പേസ് ആണ് ഹിൽബർട്ട് സ്പേസ്. എൽ പി ഒരു ഹിൽബർട്ട് സ്പേസ് ആവണമെന്നുണ്ടെങ്കിൽ പി എന്ന് പറയുന്നത് 2 തന്നെ ആവണം. ഓക്കെ, അത്രേ ഉള്ളൂ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനിൽ പറയാനായിട്ട്. നെക്സ്റ്റ് അബ്സ്ട്രാക്റ്റ് ഓൾജിബ്ര എന്നൊരു ചോദ്യമാണ്. ശരിക്കും അബ്സ്ട്രാക്റ്റ് ഓൾജിബ്ര നല്ല പാടാക്കിയാണ് ഇത്തവണത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്. നോക്കിയേ, ജി ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഡർ 39 ആണെന്ന് വിചാരിക്കുക. ജിയുടെ ഓർഡർ 39 ആണെന്ന് വിചാരിക്കുക. അതിന് 3 ഓർഡറുള്ള ഒരൊറ്റ സബ് ഗ്രൂപ്പും 13 ഓർഡറുള്ള ഒറ്റ സബ് ഗ്രൂപ്പും മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതാണ് ശരി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ 39 എന്ന് പറയുന്നത് 3 × 13 ആണെന്ന് അറിയാം. അപ്പോൾ 3 ഓർഡറുള്ള ഒരൊറ്റ സബ് ഗ്രൂപ്പും 13 ഓർഡറുള്ള ഒറ്റ സബ് ഗ്രൂപ്പും മാത്രമേ ഉള്ളെങ്കിൽ ഇവർ രണ്ടുപേരും നോർമൽ ആയിരിക്കും. അതായത് ആ രണ്ട് സബ് ഗ്രൂപ്പുകൾ എന്തായിരിക്കും, നോർമൽ സബ് ഗ്രൂപ്പുകളായിരിക്കും. അപ്പോൾ ഈ നോർമൽ സബ് ഗ്രൂപ്പുകളുടെ പ്രൊഡക്റ്റിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ ജി എന്ന് പറയുന്നത് C3 പ്രൊഡക്റ്റ് C13 ഇതിനോട് ഐസോമോർഫിക് ആയിരിക്കും. ആ ഐസോമോർഫിസം എന്ന് പറയുന്നത് C39 തന്നെയാണ്. അതായത് ഈ പ്രൊഡക്റ്റ് ഓഫ് സൈക്ലിക് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ഗ്രൂപ്പ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ജി സൈക്ലിക് ആണെന്ന് പറയാം. അപ്പോൾ ഇതൊരു അബ്സ്ട്രാക്റ്റ് ഓൾജിബ്രയുടെ വളരെ കൺസെപ്ച്വൽ ആയിട്ടുള്ള ചോദ്യമാണ്. ഇത്രേ ഉള്ളൂ സംഭവം. ഓർഡർ എന്ന് പറയുന്നത് 3 × 13 39 എന്ന് പറയുന്നത് 3 × 13 ആണ്. 3യുടെ ഒരു യുണീക്ക് സബ് ഗ്രൂപ്പും 13 ഓർഡറുള്ള യുണീക്ക് സബ് ഗ്രൂപ്പും ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് എന്താകും, സൈക്ലിക് ഗ്രൂപ്പ് ആകും. നോർമൽ ആവുന്നു, പ്രൊഡക്റ്റ് ഓഫ് നോർമൽ ആകുന്നു, അത് സൈക്ലിക് ആകുന്നു. അപ്പോൾ അതാണ് അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ? അടുത്തത് അബ്സ്ട്രാക്റ്റ് ഓൾജിബ്രയിൽ നിന്ന് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിഗ്രി ലെവൽ ചോദ്യമാണ്. നോക്കി, ജി ഒരു ഫൈനൈറ്റ് ഗ്രൂപ്പാണ്, അത് സൈക്ലിക് ആവണമെങ്കിൽ എന്ത് സംഭവിക്കണം? നമുക്കറിയാം സൈക്ലിക് ഗ്രൂപ്പുകളുടെ ഓർഡർ എപ്പോഴും പ്രൈം നമ്പർ ആയിരിക്കും. അപ്പോൾ 4 പ്രൈം അല്ല, 4 പ്രൈം അല്ല, 6 പ്രൈം അല്ല, 10 പ്രൈം അല്ല. പ്രൈം നമ്പർ എടുത്ത് എഴുതുക എന്ന് പറയുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ആ കോൺസെപ്റ്റ് അറിയാന്നുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ പ്രൈം നമ്പർ ഏതാണെന്ന് ചോദിക്കുന്നത് പോലെ തന്നെയാണ് ജി ഫൈനൈറ്റ് ആണ്, അത് സൈക്ലിക് ആണെങ്കിൽ അതിൻ്റെ ഓർഡർ എന്തായിരിക്കും എന്ന് പറയുന്ന ചോദ്യം ഇവിടെ വരുന്നത്. സോ ഇവിടുത്തെ ഓർഡർ എന്ന് പറയുന്നത് 7 ആണ്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ആ കോൺസെപ്റ്റ് അറിയാമെങ്കിൽ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് പിന്നെയും നമ്മുടെ അബ്സ്ട്രാക്റ്റ് ഓൾജിബ്രയിൽ എന്നൊരു ചോദ്യമാണ്. നമ്മളുടെ ഗ്രൂപ്പ് തന്നിട്ട് ഗ്രൂപ്പിൻ്റെ സെൻറ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്. അതെന്ന് പറയുന്നത് ഇത് എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി വരുന്ന മെട്രിക്സുകളുടെ കളക്ഷനാണ്, 2x2 മെട്രിക്സുകളുടെ കളക്ഷനാണ്. അപ്പോൾ അതിനകത്തെ സെൻറ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് എല്ലാ എലമെൻറ്റുമായിട്ടും കമ്മ്യൂട്ട് ചെയ്യുന്ന എലമെൻറ്റുകൾ ആരൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാ എലമെൻറ്റുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യുന്ന എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 2 എലമെൻറ്റ്സ് ആണ്. അത് നമുക്ക് അറിയാതിരിക്കേണ്ട ഒരു കോൺസെപ്റ്റ് ആണ്. ഇവിടെ സെൻറ്റർ എന്ന് പറയുന്നത് ഐയും -i മാത്രമാണ് വരുന്നത്. സോ സെൻറ്ററിൻ്റെ കാർഡിനാലിറ്റി എന്ന് ചോദിക്കുമ്പോൾ സെൻറ്ററിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? സെൻറ്ററിൽ 2 എലമെൻറ്റ്സേ ഉള്ളൂ. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 2 ആണ്. അതായത് ഈ പറയുന്ന 2x2 മെട്രിക്സുകൾ എന്താണ്, എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി വരുന്ന മെട്രിക്സുകളെല്ലാം കമ്മ്യൂട്ട് ചെയ്യുന്ന 2 ആൾക്കാരേ ഉള്ളൂ. അതെന്ന് പറയുന്നത് എന്താണ്, ഐയും -i മാത്രമാണ്. സോ ഇവിടുത്തെ സെൻറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഐയും -i ആണ്. സോ അതിൻ്റെ കാർഡിനാലിറ്റി എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഓക്കെ, അഗെയിൻ നമുക്ക് അബ്സ്ട്രാക്റ്റ് ഓൾജിബ്രയിൽ നിന്നുള്ള ഒരു കോൺസെപ്റ്റുവൽ ചോദ്യമാണ്. എവരി ഇൻഫിനിറ്റി ഗ്രൂപ്പ് ഹാസ് ഇൻഫിനിറ്റ്ലി മെനി സബ് ഗ്രൂപ്പ്. ഏതൊരു ഇൻഫിനിറ്റി ഗ്രൂപ്പ് എടുത്താലും അതിന് ഇൻഫിനിറ്റ്ലി മെനി സബ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. നെക്സ്റ്റ്, ദർ ആർ ഓൺലി ഫൈനൈറ്റ്ലി മെനി നോൺ ഐസോമോർഫിക് ഗ്രൂപ്പ്സ് ഓഫ് എ ഗിവൺ ഫൈനൈറ്റ് ഓർഡർ. ഒരു ഫൈനൈറ്റ് ഓർഡർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഫൈനൈറ്റ് ഓർഡർ വെച്ചുകൊണ്ട് ഒരു നോൺ ഐസോമോർഫിക് ആയിട്ടുള്ള ഫൈനൈറ്റ് നമ്പർ ഓഫ് ഗ്രൂപ്പ് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് ഒരുപാട് ഗ്രൂപ്പുകൾ ഇങ്ങനെ ഉണ്ടാക്കി പോകാനൊന്നും പറ്റത്തില്ല. സോ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ വരുന്നത് ബോത്ത് 1 and ട്രൂ ശരി. 2 സ്റ്റേറ്റ്മെന്റ് ശരി ആയതുകൊണ്ട് ബോത്ത് 1 and ട്രൂ ശരി എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്.
ഓക്കെ, അടുത്തത് നമുക്കൊരു ലിമിറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. റിയലി എന്നുള്ള ചോദ്യമാണ്, നമുക്ക് പ്രതീക്ഷിക്കാം. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി റൂട്ട് ഓഫ് n പ്ലസ് എ ഇൻറ്റു എൻ പ്ലസ് ബി മൈനസ് എൻ. ചിലർ ഈ ഒരു ഫോർമുല കാണാതെ പഠിച്ചുകൊണ്ട് പോകും. അപ്പോൾ എല്ലാവർക്കും കാണാതെ പഠിക്കാൻ പറ്റില്ല, നമ്മളൊക്കെ ഇത് ചെയ്യാനുള്ള രീതിക്ക് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സ്ക്വയർ റൂട്ട് ഓഫ് n പ്ലസ് എ ഇൻറ്റു എൻ പ്ലസ് ബി മൈനസ് എൻ. ഇപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യമേ വെറുതെ എന്തിന് ഇൻഫിനിറ്റി ഇട്ട് കൊടുക്കുക. അപ്പോൾ റൂട്ട് ഓഫ് ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ഫോമിൽ വരികയും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്ന് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, എൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് മേലിനും താഴെ മൾട്ടിപ്ലൈ ചെയ്യും. ഇപ്പോൾ കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ n പ്ലസ് എ ഇൻറ്റു എൻ പ്ലസ് ബിയുടെ സ്ക്വയർ റൂട്ട് മൈനസ് n ആണെങ്കിൽ നമ്മൾ പ്ലസ് n കൊണ്ട് മേലിനും താഴെ മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് n പ്ലസ് എ ഇൻറ്റു എൻ പ്ലസ് ബി പ്ലസ് എൻ. ക്ലിയർ ആണല്ലോ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഇതിനെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ഇതെന്ത് വരും? എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഫോമിലാണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആകും. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് n പ്ലസ് എ ഇൻറ്റു എൻ പ്ലസ് ബിയുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ റൂട്ടും സ്ക്വയറും ക്യാൻസൽ ആയി പോയിട്ട് n പ്ലസ് എ ഇൻറ്റു എൻ പ്ലസ് ബി എന്ന് വരും. മൈനസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്നിൻ്റെ സ്ക്വയർ എൻ സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എൻ പ്ലസ് എ ഇൻറ്റു എൻ പ്ലസ് ബി പ്ലസ് എൻ എന്ന് കിട്ടും. ക്ലിയർ. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എൻ സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എൻ പ്ലസ് എ ബി എന്ന് കിട്ടും. മൈനസ് എൻ സ്ക്വയറും വരും. അപ്പോൾ ആ എൻ സ്ക്വയറും വെട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ഇത് എ എൻ പ്ലസ് ബി എൻ, അത് എ പ്ലസ് ബി ഇൻറ്റു എൻ എന്ന് വരും. അടുത്ത കോൺസ്റ്റൻസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ പ്ലസ് ബി എന്ന് കിട്ടും. ഇപ്പോൾ എ ഇൻറ്റു ബി എന്ന് കിട്ടും. അപ്പോൾ അത് എ ബി. ഇനി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ്, ഇത് വേണമെങ്കിൽ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. എൻ സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എൻ, എൻ സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എൻ പ്ലസ് എ ബി പ്ലസ് എൻ എന്ന് കിട്ടും. ക്ലിയർ അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എടുക്കണം. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് n കോമൺ എടുത്തിട്ടുള്ള പരിപാടിയാണ് അല്ലേ. n കോമൺ എടുത്തിട്ട് നമ്മൾ ബാക്കിയുള്ളവരെയൊക്കെ ചെറുതാക്കി കളയാന്നുള്ള പരിപാടിയാണ്. അപ്പോൾ ഇവിടെ ഞാൻ n കോമൺ എടുക്കുമ്പോൾ നോക്കിയേ, n ഇൻറ്റു ഇവിടെ എ പ്ലസ് ബി ഇൻറ്റു എന്നിന് എ പ്ലസ് ബി മാത്രം വരും. പ്ലസ് ഇവിടെ എ ബിയിൽ അവിടെ n ഇല്ല, അപ്പോൾ ഡിവൈഡഡ് ബൈ n എന്ന് കിട്ടും. ഇനി ഡിവൈഡഡ് ബൈ ഇവിടെ n കോമൺ എടുക്കുക എന്ന് പറഞ്ഞാൽ റൂട്ടിനകത്താവുമ്പോൾ നമുക്ക് വെറും n എടുക്കണം. n എന്ന് പറയുന്നത് റൂട്ട് ഓഫ് n സ്ക്വയർ ആണ്. അപ്പോൾ റൂട്ടിനകത്ത് ഞാൻ n സ്ക്വയർ ആയിരിക്കും പുറത്തെടുക്കുന്നത്. ആ n സ്ക്വയർ പുറത്തെടുത്ത് കഴിഞ്ഞാൽ റൂട്ടിന് പുറത്ത് പോകുമ്പോൾ എന്തായിക്കോളും, n ആയിക്കോളും. അപ്പോൾ ഇനി ഇതിനകത്ത് n സ്ക്വയർ പുറത്തെടുക്കുക എന്ന് പറഞ്ഞാൽ n സ്ക്വയറിൽ നിന്ന് ഒരു n സ്ക്വയർ പോയി കഴിഞ്ഞാൽ 1. അടുത്ത എ പ്ലസ് ബി ഇൻറ്റു n ആണ്, അതിന് n സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ആ n പോവും, എന്നിട്ട് ഡിവൈഡഡ് ബൈ n ആകും. പ്ലസ് എ ബി ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ എന്ന് വരും. അടുത്ത ഇവിടെ നിന്ന് n എടുത്തു കഴിഞ്ഞാൽ അതെന്ത് കിട്ടും, 1 കിട്ടും. ക്ലിയർ അല്ലേ. അപ്പോൾ ഈ ഒരു രീതിക്കായിരിക്കും നമുക്ക് ആൻസർ വരുന്നത്. ഇനി ഞാൻ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഇത് കണ്ടോ, n ക്യാൻസൽ ആയി പോകും. ഇനി n ടെൻസ് ടു ഇൻഫിനിറ്റി ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ ഉണ്ട് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഉണ്ട് കേട്ടോ. ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ n-ന് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ബൈ n വരുന്ന ടേം 0 ആയി പോകും. അപ്പോൾ ഈ ടേം 0 ആയിപ്പോയി, ഈ ടേം 0 ആയിപ്പോയി, ഈ ടേം 0 ആയിപ്പോയി. ബാക്കി അവശേഷിക്കുന്നത് മുകളിൽ ഒരു എ പ്ലസ് ബിയും ഡിവൈഡഡ് ബൈ ഈ റൂട്ട് ഓഫ് അകത്ത് 1 മാത്രമേ ഉള്ളൂ ഇനി. അപ്പോൾ റൂട്ട് 1 പ്ലസ് 1, റൂട്ട് 1 1 ആണ്, 1 പ്ലസ് 1 എന്ന് പറയുന്നത് 2 ആണ്. സോ എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ 2 ആണ് ആ ഒരു ലിമിറ്റ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. കോൺജുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, അത് ചെറുതാക്കി കഴിഞ്ഞിട്ട് n കോമൺ എടുത്ത് വെട്ടിക്കളഞ്ഞാൽ നമുക്ക് കിട്ടും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലിമിറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വന്നിരിക്കുന്നത്. നമുക്ക് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് റിയൽ അനാലിസിസിൽ നിന്ന്. എ കോഷി സീക്വൻസ് ഈസ് ബൗണ്ടഡ്. നമ്മൾ പഠിച്ചിട്ടുള്ള 2 റിസൾട്ടുകളുണ്ട്. എവരി കൺവെർജൻറ്റ് സീക്വൻസ് ഈസ് ബൗണ്ടഡ്, എവരി കൺവെർജൻറ്റ് സീക്വൻസ് ഈസ് എ കോഷി സീക്വൻസ്, അല്ലെങ്കിൽ എവരി കോഷി സീക്വൻസ് ഈസ് എ കൺവെർജൻറ്റ് സീക്വൻസ്. അപ്പോൾ കോഷി സീക്വൻസ് കൺവെർജൻ്റ് ആണ്, കൺവെർജൻറ്റ് സീക്വൻസ് ബൗണ്ടഡ് ആണ്. സോ കോഷി സീക്വൻസ് ബൗണ്ടഡ് ആണെന്ന് പറഞ്ഞാൽ ശരിയാണെന്ന് പറയാം. അടുത്ത സി ഓപ്ഷനിൽ എവരി കോൺട്രാക്റ്റീവ് സീക്വൻസ് ഈസ് എ കോഷി സീക്വൻസ്. കോൺട്രാക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇത് കൺവെർജ് ചെയ്യുന്ന സീക്വൻസുകളാണ്. അപ്പോൾ അത് കോഷി സീക്വൻസ് ആണ്. ഈ പറയുന്ന കോൺട്രാക്റ്റീവ് സീക്വൻസ് എല്ലാം കോഷി സീക്വൻസ് ആണ്. ഇനി ബൗണ്ടഡ് സീക്വൻസ് എപ്പോഴും കൺവെർജൻ്റ് ആവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ 1 മൈനസ് 1 1 മൈനസ് 1 1 മൈനസ് 1 എക്സെട്ര എടുത്തു കഴിഞ്ഞാൽ അതൊരു ബൗണ്ടഡ് സീക്വൻസ് ആണ്. പക്ഷേ അതെന്തല്ല, കൺവെർജിങ് സീക്വൻസ് അല്ല. അപ്പോൾ അതെന്താണ്, ഓക്കെ,
എ ബൗണ്ടഡ് സീക്വൻസ് ഈസ് നോട്ട് ഓൾവേസ് കൺവെർജന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ശരിയാണ്. പക്ഷേ സൈൻ എൻ എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല, കൺവെർജിങ് അല്ല. സൈൻ എൻ എന്ന് പറയുന്നത് ഒരിക്കലും കൺവെർജിങ് അല്ല. കാര്യം എന്താണ്, ഇനി എന്നിന് ഏത് നമ്പേഴ്സ് കൊടുത്താലും സൈൻ എൻ എന്ന് പറയുന്നത് ഈ പറയുന്ന -1നും 1നും ഇടയിൽ കിടന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും അല്ലെ, ഒരിക്കലും അതൊരു ഫിക്സ്ഡ് നമ്പറായിട്ട് മാറത്തില്ല. സോ സൈൻ എൻ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഒരിക്കലും എന്തല്ല, കൺവെർജന്റ് അല്ല. അപ്പോൾ സൈൻ എൻ ഈസ് കൺവെർജന്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ക്ലിയർ? അടുത്ത ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ റിയൽ അനാലിസിസ് പഠിപ്പിച്ചപ്പോൾ തന്നെ കുറേ സീരീസുകൾ, കൺവെർജ് ചെയ്യുന്ന സീരീസുകളും കൺവെർജ് ചെയ്യാത്ത സീരീസുകളും പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ശരിക്കും ക്ലാസ്സിൽ പറഞ്ഞ അതേപോലെ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, സമ്മേഷൻ 1/n⁻p കൺവെർജസ് ഇഫ് p > 1. ഇത് നമ്മൾ ഇതേപോലെ ക്ലാസ്സിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. p > 1 ആകുമ്പോൾ മാത്രമാണ് കൺവെർജ് ചെയ്യുന്നത്. p < 1 ആകുമ്പോൾ കൺവെർജ് ചെയ്യത്തില്ല. അപ്പോൾ 1/n⁻1 അത് ആദ്യമേ ഇതാണ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്. സമ്മേഷൻ 1/n കൺവെർജ് ചെയ്യത്തില്ല അല്ലെ, ഇത് ഹാർമോണിക് സീരീസ് ആണ്, അത് കൺവെർജ് ചെയ്യത്തില്ല നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ അത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമായിട്ട് മാറി. ഇവിടുത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എ ആണ് കറക്റ്റ്. ഹാർമോണിക് സീരീസ് ഒന്നും കൺവെർജ് ചെയ്യത്തില്ല, സമ്മേഷൻ 1/n കൺവെർജ് ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചതാണ്. അത് നമുക്ക് ചോദ്യത്തിൽ കിട്ടുകയും ചെയ്തു. ഒരു മാർക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാനും പറ്റി. ഓക്കെ, ഇതിൽ ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങൾ തന്നെയാണ്. ചിലതൊക്കെ ക്ലാസ്സിൽ കൊടുത്തിട്ടുള്ള അതേപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ബാക്കി ചോദ്യങ്ങൾ ക്ലാസ്സിൽ കൊടുത്തിട്ടുള്ള കോൺസെപ്റ്റ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾസിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ മാത്സ് കുറച്ച് ടഫ് ആയിരുന്നെങ്കിലും നമുക്ക് ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ തന്നെ കിട്ടി. ഇനി വരാൻ പോകുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ്, റിസർച്ച് അസിസ്റ്റന്റ് മുതലായ എക്സാമുകൾക്കൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് എന്തായാലും പ്രയോജനപ്പെടും. സോ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ 40ാമത്തെ ചോദ്യം വരെ ആയിരുന്നു നിർത്തിയിരുന്നത്. 41ാമത്തെ ചോദ്യം ഇത് നോക്കിയ, ഡിഫൈൻ g from R to R by g of x is equal to 2x for x rational and g of x is equal to x plus 1 for x irrational. അങ്ങനെയാണെങ്കിൽ സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് വെച്ച് g കണ്ടിന്യൂസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ g കണ്ടിന്യൂസ് ആവണമെങ്കിൽ നമുക്കറിയാം, നമുക്ക് ഇങ്ങനെയാണ് g of x ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. g of x is equal to 2x if x is irrational, അതേപോലെ x plus 1 if x is not rational, that is irrational. നമ്മൾ ആദ്യം പറഞ്ഞ തെറ്റിപ്പോയി. x rational ആണെങ്കിൽ 2x, irrational ആണെങ്കിൽ x plus 1. അപ്പൊ നമുക്കറിയാം റിയൽ നമ്പറിൽ ഈ പറയുന്ന റാഷണൽ നമ്പേഴ്സ് ഇറാഷണൽ നമ്പേഴ്സ് അടുക്കിന് കിടക്കുവാണ് അല്ലെ. അപ്പൊ അത് നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് വേണം അതിന്റെ ആൻസർ എഴുതാൻ. അപ്പൊ അടുക്കിന് കിടക്കുന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും കണ്ടിന്യൂറ്റി വരണമെന്നുണ്ടെങ്കിൽ എന്താണ് 2x-ഉം x plus 1 ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരിക്കലും കണ്ടിന്യൂറ്റി വരത്തില്ല. ഈ റാഷണൽ നമ്പറിലും ഇറാഷണൽ നമ്പറിലും കിട്ടുന്ന വാല്യൂ ഈക്വൽ വന്നാൽ മാത്രമേ എന്ത് സംഭവിക്കൂ, കണ്ടിന്യൂറ്റി വരത്തുള്ളൂ. അപ്പൊ നമുക്ക് അതൊന്ന് പറയാം. 2x - x is equal to 1 which implies x is equal to 1. അപ്പൊ x is equal to 1 എന്ന് പറയുന്ന പോയിന്റിൽ മാത്രമാണ് കണ്ടിന്യൂറ്റി വരുന്നത്. ആ പോയിന്റ് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് C ആണ്. അപ്പൊ 1ൽ മാത്രമാണ് ഈ ഫംഗ്ഷൻ എന്താകുന്നത്, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആകുന്നത്. സോ അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ C ആണ്. സോ നെക്സ്റ്റ് ചോദ്യം, നമുക്ക് ഈ 4 ഓപ്ഷനിൽ നിന്ന് ശരിക്കും കണ്ടെത്താൻ പറ്റും. ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. വേണമെങ്കിൽ നമുക്ക് ഈ ഓപ്ഷനിൽ നിന്ന് കണ്ടെത്താൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ലെങ്കിൽ പോലും. ഇപ്പൊ fn of x is equal to x/n, അതിൽ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പോയിന്റ് വൈസ് കൺവേർജന്റ് ഓൺ 0, 1 യൂണിഫോംലി കൺവേർജന്റ് ഓൺ 0, 1 പോയിന്റ് വൈസ് കൺവേർജന്റ് ഓൺ r, യൂണിഫോംലി കൺവേർജന്റ് ഓൺ r. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, യൂണിഫോംലി കൺവേർജന്റ് ഇംപ്ലൈസ്, എനിക്കൊന്നും അറിയത്തില്ല വിചാരിക്കുക, ഞാനൊരു ഓപ്ഷനിൽ എടുത്ത് എഴുതാൻ പോകുന്ന ഒരു ഐഡിയ ആണ് പറയുന്നത്. യൂണിഫോംലി കൺവേർജന്റ് ഇംപ്ലൈസ് പോയിന്റ് വൈസ് കൺവേർജന്റ് എന്ന് പറയുന്ന ഒരു തിയറം ഉണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇത് ശരിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതും ശരിയാകും. ഓക്കെ, യൂണിഫോംലി കൺവേർജന്റ് ആണെങ്കിൽ പോയിന്റ് വൈസ് കൺവേർജന്റ് ആയിരിക്കും. അടുത്ത ഇത് ശരിയാണെങ്കിൽ ഇതും ശരിയാകും. അതെല്ലാം പോട്ടെ, ഞാനിപ്പോ ഇത് തെറ്റാണെന്ന് പറയുന്നു. ഇത് തെറ്റാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ എന്റെ ആൻസർ ബി ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എയും തെറ്റിപ്പോകും. കാര്യം എന്താണ്, ഞാൻ പറയുന്നത് ഈ പറയുന്ന fn of x r-ൽ പോയിന്റ് വൈസ് കൺവേർജന്റ് അല്ലെന്നാണ്. അപ്പൊ എങ്ങനെ എ ശരിയാവും? എ ശരിയായ ഓട്ടോമാറ്റിക് ആയിട്ട് ബി ശരിയാവണം. അപ്പൊ ഞാൻ പറയുന്നത് ബി തെറ്റാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് എയും തെറ്റാവും അല്ലെ. അതായത് ഈ പോയിന്റ് വൈസ് കൺവേർജന്റ് ആണ് നമ്മളുടെ ഇവിടുത്തെ ശരി ഉത്തരം. നോട്ട് ട്രൂ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ആ നോട്ട് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ബി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇതും തെറ്റായിട്ട് വരും.
എ എന്ന് പറയുന്ന സാധനവും തെറ്റായിട്ട് വരും. കാരണം എ ശരിയാണെങ്കിൽ ബിയും ശരിയായിരിക്കും, സി ശരിയാണെങ്കിൽ ഡിയും ശരിയായിരിക്കും. അപ്പൊ ഇവിടെ അത് കണക്ക് തന്നെ ഡി ആണ് നമ്മളുടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് നമ്മൾ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും ഈ പറയുന്ന എന്താണ് ഡി ആണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ സിയും തെറ്റായി പോകണം. കാരണം എന്താണ്? സി ശരിയാണെങ്കിൽ ഡിയും ശരിയാവും. അപ്പൊ അതിൽ നിന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും ഇവിടുത്തെ ബിയും തെറ്റാണ്, ബിയും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, ഡിയും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കാര്യം എന്താണ്? ബി ആണ് തെറ്റെങ്കിൽ എയും തെറ്റായി പോവും, ഡി ആണ് തെറ്റെങ്കിൽ സിയും തെറ്റായി പോവും. അത് ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് ഈ റിസൾട്ട് മാത്രമേ അറിയാവൂ. എക്സ് ബൈ എന്നിനെ പറ്റി എനിക്കൊന്നും അറിയത്തില്ല. പക്ഷെ യൂണിഫോം കൺവേർജന്റ് ആണെങ്കിൽ പോയിന്റ് വൈസ് കൺവേർജന്റ് ആയിരിക്കും. അപ്പോൾ എ ശരിയാണെങ്കിൽ ബി ശരിയാവും. അപ്പോൾ ബി തെറ്റാണെങ്കിൽ എയും കൂടി തെറ്റായി പോകും, അല്ലെ? ഇനി ഡി തെറ്റാണെങ്കിൽ സിയും കൂടി തെറ്റായി പോകും. ഇത് രണ്ട് പോസിബിൾ അല്ല. ഇനി എനിക്ക് വരുന്ന രണ്ട് ഓപ്ഷൻ ആണ് എയും സിയും. ഓക്കെ, ഇനി ഞാൻ പറയുന്നു സപ്പോസ് ഇതിനകത്ത് എ ആണ്, നോക്കി, സപ്പോസ് ബി സി ആണ് തെറ്റെന്ന് വിചാരിക്കാം. സി എന്താണ്? യൂണിഫോംലി കൺവേർജന്റ് ഓൺ 0-1 എന്ന് പറയുന്നത് തെറ്റാണെന്ന് വിചാരിക്കുക. 0-1 യൂണിഫോംലി കൺവേർജന്റ് അല്ലെന്ന് വിചാരിക്കുക. 0-1 യൂണിഫോംലി കൺവേർജന്റ് അല്ലെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആറിലും യൂണിഫോംലി കൺവേർജന്റ് ആയിരിക്കത്തില്ല. കാരണം 0-1 എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് ആർ ആണ്. ഇതില് യൂണിഫോംലി ആറിൽ യൂണിഫോംലി കൺവേർജന്റ് ആണെങ്കിൽ സിയിലും യൂണിഫോംലി കൺവേർജന്റ് ആയിരിക്കും. ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഇത് ശരിയാണെന്നുണ്ടെങ്കിൽ, ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് കൂടെ ശരിയായി പോകും. ഓൾറെഡി ഇത് രണ്ടും ശരിയാണെന്ന് പറഞ്ഞു, പിന്നെ എല്ലാം ശരിയാവും, ആൻസർ ഇല്ല, നമുക്ക് ഉത്തരം കിട്ടത്തില്ലല്ലോ. ഇനി ഈ സി എന്ന് പറയുന്ന സാധനം തെറ്റാണെങ്കിൽ ഇത് തെറ്റായി പോകത്തേ ഉള്ളൂ. മനസ്സിലായോ? അപ്പൊ ഇത് ശരിയാണെങ്കിൽ ഇത് ശരിയായിരിക്കും. അപ്പൊ സംഭവിക്കാൻ പോകുന്നത് ഇത് തെറ്റാണ്, ഇത് ശരിയാണ്. ഓക്കെ, അതായത് നമുക്ക് ആദ്യമേ ഞാൻ ബിനെയും സിനെയും ഡിനെയും എലിമിനേറ്റ് ചെയ്തു. ഇത് തമ്മിലുള്ള ബന്ധം സി എന്ന് പറയുന്ന സാധനം തെറ്റാണെങ്കിൽ എയും കൂടി തെറ്റായി പോകും, അത് വർക്ക് ആവൂല. അപ്പൊ സിയും ശരിയാണ്, അപ്പൊ എ ആണ് ഇവിടുത്തെ തെറ്റ്. ഇനി ഇത് എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുപ്രീമം എക്സ് ബിലോങ്സ് ടു ആർ മോഡുലസ് ഓഫ് എക്സ് ബൈ എൻ, മോഡുലസ് ഓഫ് എക്സ് ബൈ എൻ, ഇതിന്റെ ലിമിറ്റ്, ഇതിന്റെ സുപ്രീമം, ഈ ഒരു ലിമിറ്റ് എടുത്തു കഴിഞ്ഞാൽ, ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരം കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലാണ് യൂണിഫോംലി കൺവേർജന്റ് ആണെന്ന് പറയാൻ പറ്റുന്നത്. പോയിന്റ് വൈസ് കൺവേർജന്റ് ആണ്, 0യിലേക്കാണ് കൺവേർജ് ചെയ്യുന്നത്. ഇനി ഈ പറയുന്ന ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഇന്റർവെല്ലിൽ അതിന്റെ ആൻസർ 0യും ഈ ഇന്റർവെല്ലിൽ അതിന്റെ ആൻസർ ഇൻഫിനിറ്റിയുമാണ്. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ യൂണിഫോംലി കൺവേർജന്റ് അല്ലെന്നാണ്. സോ എനിവേ ഇവിടുത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, വേണമെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. 43ാമത്തെ ചോദ്യം കുറച്ച് പാടുള്ളത് തന്നെയായിരുന്നു. നോക്കിയേ, ഈ ഒരു പോളിനോമിയലിന് മോഡ് z ഈക്വൽ ടു 1 എത്ര സീറോസ് ഉണ്ടെന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമ്മൾ ഈ എഫ് ഓഫ് ഇസഡിന്റെ മോഡ് z ഈക്വൽ ടു 1 ആണല്ലോ. അപ്പൊ മോഡ് എഫ് ഓഫ് ഇസഡിന്റെ ഒരു അപ്പർ ലിമിറ്റ് കണ്ടുപിടിക്കും. അതായത് ഇവിടെ മോഡ് z ഈക്വൽ ടു 1 കൊടുത്താൽ മതി. അപ്പൊ ഇത് 1⁻⁷ പ്ലസ് 2 × 1⁵ പ്ലസ് 6 × 1³ പ്ലസ് 1 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് അവിടെ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്, നോക്കി, നമ്മളിവിടെ ഈ പറയുന്ന മോഡ് എഫ് ഓഫ് ഇസഡിൽ നമ്മൾ ഈ പറയുന്ന 1 നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാല് നോക്കിയാൽ ഇവിടെ പ്ലസ് 1 കൂടി വരും, അതായത് ഇവിടെ പ്ലസ് 1 വരും. അപ്പൊ ഇവിടെ എന്ത് വരും? പ്ലസ് 1 വരും. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 11 ആണ്. 2 1 3 6 3 9 2 11. ഓക്കെ, ഇനി g ഓഫ് z ഈസ് ഈക്വൽ ടു 6z³ എന്ന് എടുത്തു കഴിഞ്ഞാൽ മോഡ് f മൈനസ് t, ഇപ്പൊ നമുക്ക് ഇവിടെ പറയാം മോഡ് g ഓഫ് z ലെസ് ദാൻ ഓർ ഈക്വൽ ടു z ന്റെ മാക്സിമം മോഡുലസ് 1 ആണ്. അപ്പൊ 6 × 1 6 എന്ന് കിട്ടും. അപ്പൊ മോഡുലസ് ഓഫ് f മൈനസ് g ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് f മൈനസ് മോഡുലസ് ഓഫ് g. അപ്പൊ 11 - 6 നമുക്ക് 5 കിട്ടും. ഓക്കെ, ആ രീതിക്ക് നമുക്ക് 5 കിട്ടും. ആ 5 എന്ന് പറയുന്നത് ലെസ് ദാൻ 6 ആണ്, മോഡ് g. അതായത് നമുക്ക് മോഡുലസ് ഓഫ് f മൈനസ് g ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് g എന്ന് കിട്ടി. മോഡുലസ് ഓഫ് f മൈനസ് g ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് g എന്ന് കിട്ടി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന മോഡ് z ലെസ് ദാൻ 1 സെയിം നമ്പർ ഓഫ് സീറോസ് ആയിരിക്കും ഉണ്ടാവുന്നത് എന്നാണ് റൗഷേഴ്സ് തിയറം പറയുന്നത്. അപ്പൊ ആ റൗഷേഴ്സ് തിയറം വെച്ചിട്ട് നമുക്ക് പറയാം z³ അത് 3 ഡിഗ്രി ആയതുകൊണ്ട് അതിന്റെ നമ്പർ ഓഫ് സീറോസ് 3 ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് എഫിന് ആ ഒരു ഇന്റർവെലിനകത്ത് 3 സീറോസേ ഉണ്ടായിരിക്കത്തുള്ളൂ എന്നുള്ളതാണ്. അത് റൗഷേഴ്സ് തിയറം വെച്ചിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു റിസൾട്ട് നമുക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കാം. മോഡ് എഫിന്റെ അപ്പർ ലിമിറ്റ് കണ്ടുപിടിക്കുക, അതിൽ നിന്ന് നിങ്ങൾ ഒരു g ഉണ്ടാക്കിയെടുക്കുക. മോഡ് f മൈനസ് t ലെസ് ദാൻ ഈക്വൽ ടു മോഡ് g എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? റൗഷേഴ്സ് തിയറം അപ്ലൈ ചെയ്യാം.
സോ നെക്സ്റ്റ് വരുന്ന ഒരു ഡയറക്റ്റ് കോൺസെപ്റ്റ് വൈസ് ക്വസ്റ്റ്യൻ ആണ്. നോക്കി, സിംപ്ലി കണക്റ്റഡ് റീജിയനായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളത് ഏത്? കോംപ്ലക്സ് അനാലിസിസിലെ ചോദ്യമാണ്. മുന്നത്തും അത് തന്നെയായിരുന്നു. എഫ് ഓഫ് ഇസഡ് അനലിറ്റിക് ഇൻ ഒമേഗ ഇന്റഗ്രൽ ഓവർ ലാംഡ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ഈക്വൽ ടു 0 ഫോർ എവരി സൈക്കിൾ ലാംഡ ഹോമലോഗസ് ടു 0 ഇൻ ഒമേഗ എന്ന് പറയുന്നത് കോശിയുടെ തേർഡ് തിയറം. അങ്ങനെ കൊണ്ടാണ് കോശി തിയറത്തിന്റെ ചിലതിൽ വരുന്ന കോശി തിയറത്തിന്റെ പല വേരിയേഷനിൽ വരുന്ന ഒരെണ്ണമാണ്. സിംപ്ലി കണക്റ്റഡ് റീജിയനിൽ ഇന്റഗ്രൽ എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും എന്ത് കിട്ടും? 0 കിട്ടും. ഒരു ഇന്റഗ്രൽ അണ്ടർ എ സൈക്കിൾ എടുത്തു കഴിഞ്ഞാൽ 0 കിട്ടും. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത എൻ്റെ കോംപ്ലക്സ് പ്ലെയിൻ എക്സെപ്റ്റ് ഫോർ ദി ഒറിജിൻ ഈസ് സിംപ്ലി കണക്റ്റഡ്. നോക്കി, ഒരു എൻ്റെ കോംപ്ലക്സ് പ്ലെയിൻ എടുത്തിട്ട് ഈ ഒറിജിനെ ഒഴിവാക്കി കളഞ്ഞാൽ അത് എന്തല്ല? സിംപ്ലി കണക്റ്റഡ് അല്ല. ഓക്കെ, അടുത്ത എൻ ഓഫ് ഗാമ എ നോട്ട് ഈക്വൽ ടു 0 ഫോർ ഓൾ സൈക്കിൾസ് ഗാമ ഇൻ ഒമേഗ ആൻഡ് ഓൾ പോയിന്റ്സ് എ വിച്ച് ഡു നോട്ട് ബിലോങ് ടു ഒമേഗ. ഇത് സിംപ്ലി കണക്റ്റഡ് ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല. സ്വാഭാവികമായിട്ടും ഓൾ ഓഫ് ദി എബോവ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ എന്ന് പറയുന്നതും ശരിയായിരിക്കത്തില്ല. ഇവിടുത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. സോ 44th ക്വസ്റ്റ്യനിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അടുത്ത ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. കോംപ്ലക്സ് അനാലിസിസിൽ നമ്മുടെ സിലബസിൽ ആദ്യത്തെ ടോപ്പിക്ക് വരുന്നത് തന്നെ അനലിറ്റിക് ഫംഗ്ഷൻ ആണ്. അപ്പൊ ഈ അനലിറ്റിക് ഫംഗ്ഷൻ പഠിപ്പിച്ചപ്പോൾ തന്നെ ഞാൻ പഠിപ്പിച്ചൊരു കാര്യമാണ് കോശി റൈമാൻ ഇക്വേഷൻസ്. നമ്മുടെ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യമാണ് കോശി റൈമാൻ ഇക്വേഷൻസ്. അപ്പൊ കോശി റൈമാൻ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാത്ത ഇക്വേഷൻസ് ഒന്നും അനലിറ്റിക് അല്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അനലിറ്റിക് അല്ലാത്തതിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ നമ്മൾ എപ്പോഴും ക്ലാസ്സിൽ പറയാറുള്ള അനലിറ്റിക് അല്ലാത്തതിന്റെ എക്സാമ്പിൾ ആണ് എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു ഇസഡ് കോൺജുഗേറ്റ്. ഇനി അത് ഓർമ്മയില്ലെങ്കിൽ പോലും നമ്മൾ എപ്പോഴും പറയാറുള്ള സാധനമാണ് ഇ റൈസ് ടു ഇസഡ് അനലിറ്റിക് ആണ്, സൈൻ ഇസഡ് അനലിറ്റിക് ആണ്, ഇസഡ് സ്ക്വയറും അനലിറ്റിക് ആണ്. സോ എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു ഇസഡ് കോൺജുഗേറ്റ് ആണ് ഹോൾ കോംപ്ലക്സ് പ്ലെയിനിൽ അനലിറ്റിക് അല്ലാത്ത ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അത് എല്ലാവരും ആൻസർ എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ക്വസ്റ്റ്യൻ ഇതാണ്. ഞാൻ ക്ലാസ്സിൽ പലതവണ 100% ഉറപ്പായിട്ടും ഏതാണ് ഈ കോശി റെസിഡ്യൂ തിയറത്തിൽ നിന്ന് വരുന്ന ഒരു ചോദ്യവും റെസിഡ്യൂ കണ്ടുപിടിക്കാൻ വരുന്ന ചോദ്യം അതിൽ ഏതെങ്കിലും ഒരെണ്ണം 100% ഉറപ്പായിട്ട് ചോദിക്കുമെന്ന് നമ്മൾ ലൈവ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകിൽ റെസിഡ്യൂ തിയറത്തിൽ നിന്നുള്ള ഒരു ഇന്റഗ്രലിന്റെ പ്രോബ്ലം, അല്ലെങ്കിൽ റെസിഡ്യൂ കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം. ഇതിൽ ഉറപ്പായിട്ട് പറഞ്ഞ് ചോദിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. ഇത് രണ്ടും ചോദിച്ചിട്ടുണ്ട്. ഈ രണ്ടിൽ നിന്ന് ഓരോ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇന്റഗ്രൽ ഓവർ മോഡ് ഇസഡ് ഈക്വൽ ടു ഡി ഇസഡ് ബൈ ഇസഡ് സ്ക്വയർ പ്ലസ് 1. ഇപ്പൊ ഇന്റഗ്രൽ 1/1 പ്ലസ് എക്സ് സ്ക്വയർ ടാൻ ഇൻവേഴ്സ് എക്സ് ആയതുകൊണ്ടാണ് ഇവിടെ ടാൻ ഇൻവേഴ്സ് 2 ഒക്കെ ഓപ്ഷനിൽ വന്നിരിക്കുന്നത്. അതൊക്കെ ആദ്യമേ തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നമുക്ക് അറിയാവുന്ന ഒരു ഫോർമുലയാണല്ലേ ഇത്. ഇന്റഗ്രൽ മോഡ് ഇസഡ് ഈക്വൽ ടു dz divided by z square plus 1 എന്ന് പറയുന്നത് കോശി റെസിഡ്യൂ തിയറം വെച്ചിട്ട് നമുക്കറിയാം 2πi into summation of residue ആണ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ആദ്യമേ നമ്മൾ ആ ഫംഗ്ഷനെ എടുത്തെഴുതും. ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1/z square plus 1 ആണ്. ഇത് ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ക്ലാസ്സിൽ ചെയ്തിരുന്നു. അതിന് നമ്മൾ 1/z square, 1നെ നമുക്ക് -(-1) എന്ന് വിളിക്കാം. -1 എന്ന് പറയുന്നത് i സ്ക്വയർ ആണ്. അപ്പൊ അത് എന്ത് വരും? 1/z - i into z plus i എന്ന് വരും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ റീജിയനിലുള്ള പോയിന്റ്സ് കണ്ടുപിടിക്കും. അപ്പം i എന്ന് പറയുന്നത് ഇവിടെയും -i എന്ന് പറയുന്നത് ഇവിടെയാണ് വരുന്നത്. രണ്ടും മോഡ് z ഈക്വൽ ടു 2-നകത്ത് വരുന്ന പോയിന്റ്സ് ആണ്. അപ്പൊ രണ്ടിലെയും റെസിഡ്യൂ കണ്ടുപിടിക്കണം അല്ലെ. റെസിഡ്യൂ ഓഫ് എഫ് അറ്റ് i എന്ന് പറയുമ്പോൾ ഇതൊരു സിമ്പിൾ പോൾ ആണ്. സിമ്പിൾ പോളിന്റെ ഇക്വേഷൻ നമുക്കറിയാം. ലിമിറ്റ് z ടെൻസ് ടു i z minus i into 1/z minus i into z plus i. നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞൊരു സാധനമാണ്. എന്താണ് ലിമിറ്റ് z ടെൻസ് ടു z നോട്ട് z മൈനസ് z നോട്ട് ഇൻറ്റു എഫ് ഓഫ് z. ഇത് ക്യാൻസൽ ആയി പോകും. എന്നിട്ട് i ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/2i എന്ന് വരും. ചെറുതാക്കാനൊന്നും നിൽക്കണ്ട. ഇതിനൊരു ട്രിക്ക് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇത്രയൊന്നും എഴുതണ്ട, ട്രിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സിമ്പിൾ പോൾ ആണെങ്കിൽ എന്ത് ചെയ്യുക? ഈ പറയുന്ന -iയുടെ ടേം വെട്ടിക്കളയുക. z മൈനസ് -i അതായത് z പ്ലസ് i അത് വെട്ടിക്കളയുക. അടുത്തതിൽ എന്ത് കൊടുക്കുക? z പകരം -i കൊടുക്കുക. അപ്പൊ 1/-i ദാറ്റ് ഈസ് -1/2i. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മളുടെ ഇന്റഗ്രലിന്റെ ആൻസർ ഇപ്പൊ i എന്ന് ഞാൻ പേര് വിളിച്ചു കഴിഞ്ഞാൽ ഇന്റഗ്രലിന്റെ ആൻസർ എന്ന് പറയുമ്പോൾ 2πi into sum of residue 1/2i - 1/2i. അപ്പൊ അത് 0 കിട്ടുകയും
ടോട്ടൽ ആൻസർ എന്ന് പറയുന്നത് എന്ത് വരികയും ചെയ്യും, 0 വരികയും ചെയ്യും. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അപ്പോൾ 1 നോക്കി ഇന്റഗ്രൽ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഇക്വേഷൻ ആണ് 2πi into sum of residue. നമ്മൾ റെസിഡ്യൂസ് കണ്ടുപിടിക്കുന്നു. വളരെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചത്. അപ്പോൾ 2πi into 0 ആൻസർ നമുക്ക് എന്ത് കിട്ടും, 0 ആയിരിക്കും കിട്ടുന്നത്. അഗെയിൻ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റെസിഡ്യൂ കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണ്. നോക്കിയേ, z² - 1². അപ്പൊ ഞാൻ അതിൽ f of z എഴുതും. f of z is equal to 1 divided by z² - 1² എനിക്ക് z - 1 into z plus 1 എന്ന് വിളിക്കാം. ഹോൾ സ്ക്വയർ ഉള്ളതുകൊണ്ട് രണ്ടിനും സ്ക്വയർ കൊടുക്കാം. ഇനി z ഈക്വൽ ടു -1ലാണ് നമ്മൾ ആൻസർ കണ്ടുപിടിക്കേണ്ടത്. z ഈക്വൽ ടു -1 എന്ന് പറയുമ്പോൾ ഇതാണ് ആള്. ഓക്കെ, അപ്പോൾ പോൾ ഓഫ് ഓർഡർ 2 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. പോൾ ഓഫ് ഓർഡർ n ആണെങ്കിൽ നമ്മളൊരു ഫോർമുല പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? റെസിഡ്യൂ ഓഫ് f at z0 ആണെങ്കിൽ നമുക്കറിയാവുന്ന ഫോർമുല എന്തായിരുന്നു? നമ്മളുടെ ഫാക്ടോറിയൽ ഒക്കെ വെച്ചിട്ടുള്ള ഫോർമുല ആയിരുന്നു 1/n-1 ഫാക്ടോറിയൽ. നമ്മൾ പഠിച്ചിട്ടുള്ള ഫോർമുലയാണത്. 1/n-1 ഫാക്ടോറിയൽ ലിമിറ്റ് z ടെൻസ് ടു z0 d raised to n-1 by dz raised to n-1 z minus z0 the whole raised to n into f of z. ഇങ്ങനെയാണ് നമ്മൾ ആ ഫോർമുല പഠിച്ചിട്ടുള്ളത്. ഇവിടെ ഭയങ്കര സിമ്പിൾ ആണ്. പോൾ ഓഫ് ഓർഡർ 2 ആയതുകൊണ്ട് നോക്കിയ റെസിഡ്യൂ ഓഫ് f at -1 ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അവിടെ 1/2 - 1 ഫാക്ടോറിയൽ 1/1 ഫാക്ടോറിയൽ അത് 1 ആണ് കിട്ടുന്നത്. അതൊന്നും എഴുതേണ്ട കാര്യമില്ല. ലിമിറ്റ് z ടെൻസ് ടു -1 d raised to 2 - 1 അത് d raised to 1 തന്നെയാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പോൾ ഓഫ് ഓർഡർ 2ന്റെ സിംപ്ലസ്റ്റ് ഫോർമുല ആയിട്ട് വേണമെങ്കിൽ പഠിച്ചു വെക്കാം. d/dz into ഓക്കെ z plus 1 into f of z. f of z എന്ന് പറയുമ്പോൾ z plus 1 the whole square into f of z. f of z എന്ന് പറയുമ്പോൾ 1/z minus 1 the whole square into z plus 1 the whole square. അപ്പോൾ ഇതും ക്യാൻസൽ ആയി പോകുന്നു. 1/z minus 1 the whole square കിട്ടുന്നു. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെറിവേറ്റീവ് എടുക്കുന്നു. അപ്പൊ ലിമിറ്റ് z ടെൻസ് ടു -1 ഒരു ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഡിനോമിനേറ്ററിൽ മാത്രമേ ആളുള്ളൂ. ഇപ്പൊ 1/x ഡെറിവേറ്റീവിന്റെ ഫോർമുല ചെയ്താൽ മതി. 1/x എന്ന് പറയുന്നത് -1/x² ആണ്. ഇപ്പൊ 1 താഴെയുള്ള ടേം എന്താണോ അതിന്റെ സ്ക്വയർ. ഇപ്പൊ z -1 the whole squareന്റെ സ്ക്വയർ whole raised to 4. ഇനി താഴത്തെ ഡെറിവേറ്റീവ് എടുക്കണം. ഇപ്പൊ z -1 the whole squareന്റെ ഡെറിവേറ്റീവ് 2 into z -1. എനിക്ക് കിട്ടുന്ന ആൻസർ ഇതിൽ ഒരു z -1 ക്യാൻസൽ ആയാലും ഇവിടെ 3 കിട്ടുകയും ലിമിറ്റ് z ടെൻസ് ടു -1 -2 ഡിവൈഡഡ് ബൈ z -1 the whole cube എന്നുള്ളതാണ്. അപ്പോൾ -1 ഇട്ട് കൊടുക്കുമ്പോൾ -2 ഡിവൈഡഡ് ബൈ -1 the whole cube. അപ്പോൾ -2 ഡിവൈഡഡ് ബൈ -2 the whole cube ആണ്. അത് -8 എന്ന് കിട്ടും. സോ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 1/4 ആണ്. ഇപ്പൊ നമ്മളുടെ ഓപ്ഷനിൽ 1/4 ഉണ്ട്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 1/4 ആണ് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഓർത്തോഗോണൽ ട്രജക്ടറീസ് കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണ്. നമ്മൾ ക്ലാസ്സിൽ ചെയ്ത് പഠിച്ചിട്ടുള്ള ടൈപ്പ് ഓഫ് പ്രോബ്ലം ആണ്. നമ്മൾ y² = 4ax ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. y² = 4ax ആണ്. നമ്മളിതിനെ ചെയ്യുന്നത് നമ്മളിതിന്റെ അപ്പുറം ഡെറിവേറ്റീവ് എടുക്കും. അപ്പൊ ഇവിടെ y² ഡെറിവേറ്റീവ് 2y പിന്നെ y-യുടെ ഡെറിവേറ്റീവ് ആയിട്ട് y' വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു y' അല്ലെങ്കിൽ dy/dx എന്ന് എഴുതാം. dy/dx ഈസ് ഈക്വൽ ടു ഒരു ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 4a എന്ന് കിട്ടും. ആണെങ്കിൽ 2ഉം 4ഉം ക്യാൻസൽ ആയിട്ട് നമുക്ക് ഇവിടെ 2 എഴുതാം. അപ്പോൾ y dy/dx ഈസ് ഈക്വൽ ടു 2a എന്ന് കിട്ടി. ഇനി ഓർത്തോഗോണൽ ട്രജക്ടറി കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി dy/dx തിരിച്ചെഴുതും, ബാക്കി ഒന്നും ചെയ്യൂല. അപ്പൊ y dx/dy ഈസ് ഈക്വൽ ടു 2a എന്ന് കിട്ടും. y dx/dA ഈസ് ഈക്വൽ ടു 2a എന്ന് കിട്ടും. അപ്പൊ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2a നമുക്ക് വേണമെങ്കിൽ മാറ്റാം. y² = ax ആണല്ലോ. ഇതിന് എനിക്ക് a ഈസ് ഈക്വൽ ടു y² = 4ax ആണ്. a ഈസ് ഈക്വൽ ടു y² ഡിവൈഡഡ് ബൈ 4x എന്ന് പറയാം. y² ഡിവൈഡഡ് ബൈ 4x. അപ്പൊ എനിക്കതിന് ഇങ്ങനെ എഴുതാം. y dx ഡിവൈഡഡ് ബൈ dy ഈസ് ഈക്വൽ ടു 2 into y² ഡിവൈഡഡ് ബൈ 4x. 4ഉം 2ഉം വെട്ടിക്കഴിഞ്ഞാൽ 2x എന്ന് എഴുതാം അല്ലെ. അപ്പൊ ഇവിടത്തെ ഒരു y-യും ഇവിടത്തെ ഒരു സ്ക്വയറിലെ y-യും കൂടെ വെട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് അതിന് ഇങ്ങനെ കിട്ടും. x dx ഈസ് ഈക്വൽ ടു നോക്കിയേ, വേണമെങ്കിൽ 2 കൂടി ഇപ്പുറത്ത് കൊണ്ട് കഴിഞ്ഞാൽ 2x dx ഈസ് ഈക്വൽ ടു ഇവിടെ y ഉണ്ട് dy ഉണ്ട് y dy എന്ന് കിട്ടും. 2x dx ഈസ് ഈക്വൽ ടു y dy എന്ന് കിട്ടും.
ഇവിടെ നമുക്ക് ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. dy ബൈ ഡി എക്സിന് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് dx ബൈ ഡി വൈ അല്ല, മൈനസ് ഡി എക്സ് ബൈ ഡി വൈ ആണ് കേട്ടോ. നോക്കിയടാ, മൈനസ് ഡി എക്സ് ബൈ ഡി വൈ ആണ്. അപ്പോൾ ഒരു മൈനസ് നമുക്ക് അധികം വരും. നോക്കി, ഇവിടെയൊക്കെ ഒരു മൈനസ് ഉണ്ടായിരിക്കും. അപ്പോൾ മൈനസ് 2x dx ഈസ് ഈക്വൽ ടു y dy എന്ന് കിട്ടുകയും നമ്മൾ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയും ചെയ്യും. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? മൈനസ് 2 എക്സിൻ്റെ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു വൈൻ്റെ ഇൻ്റഗ്രൽ വൈ സ്ക്വയർ ബൈ 2 പ്ലസ് സി എന്ന് കിട്ടും. 2ഉം 2ഉം ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ ഈ സീനെ ഇപ്പുറത്ത് വേണമെങ്കിൽ കൊണ്ടുപോയിട്ട് കെ ആയിട്ട് എഴുതാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, വൈ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു വൈ സ്ക്വയർ ബൈ 2 പ്ലസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു കെ, അല്ലെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ 2 ഈസ് ഈക്വൽ ടു കെ. അതും അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ക്രോസ് ചെയ്തിട്ട് 2 അപ്പുറത്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ 2x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു പുതിയ കോൺസ്റ്റന്റ് കെ. നമ്മൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇതാണ് പ്രത്യേകത. ഓപ്ഷൻ നോക്കിയിട്ട് വേണം ആൻസർ എഴുതാൻ. അപ്പോൾ നമുക്ക് വൈ സ്ക്വയർ ബൈ 2ഉം എക്സ് സ്ക്വയറും ആണെങ്കിൽ 2 ക്രോസ് ചെയ്യുമ്പോൾ 2x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഫോമുല ആവുകയും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എ ആണ് വരുന്നത്. എ ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അടുത്തത് നമുക്ക് വരുന്നത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ഇതൊരു എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് കിട്ടും. അതായത് ഇവിടെ m ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു വൈ എന്നും n ഈസ് ഈക്വൽ ടു എക്സ് ഇ റൈസ് ടു വൈ പ്ലസ് 2y എന്നും കിട്ടും. ഇതാണ് m, ഇതാണ് n. അടുത്ത് നമ്മൾ എന്ത് ചെയ്യും? ഡോ എം ഡിവൈഡഡ് ബൈ ഡോ എക്സ് കണ്ടുപിടിച്ച് നോക്കും. അത് നോക്കിയാൽ ഡോ എം ഡിവൈഡഡ് ബൈ ഡോ വൈ കണ്ടുപിടിക്കും. അത് ഇ റൈസ് ടു വൈ ആണ്. അടുത്ത ഡോ എൻ ഡിവൈഡഡ് ബൈ ഡോ എക്സ് കണ്ടുപിടിക്കും. അപ്പോൾ ഇവിടെ എക്സ് ഇൻറ്റു ഇ റൈസ് ടു വൈ, ഇ റൈസ് ടു വൈ അവിടെ എഴുതിയിട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്, ഇതിൻ്റെ ഡെറിവേറ്റീവ് 0 ആയി പോകും. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണ്. രണ്ടും ഈക്വൽ ആകുമ്പോൾ അത് എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഫോർമുല അപ്ലൈ ചെയ്യും. നമ്മുടെ ഫോർമുല എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇന്റഗ്രൽ എം ഡി എക്സ് ചെയ്യും. ഇന്റഗ്രൽ എം ഡി എക്സ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റഗ്രൽ ഇ റൈസ് ടു വൈ ഡി എക്സ് എന്നാണ്. അപ്പൊ ഇ റൈസ് ടു വൈനെ നമ്മൾ ഡി എക്സ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാൻ നേരത്ത് നമുക്ക് എക്സ് ഇ റൈസ് ടു വൈ എന്ന് കിട്ടും. സം പ്ലസ് ഒരു കോൺസ്റ്റന്റ് ആണ്, പക്ഷെ എക്സാക്ട് ഇക്വേഷനിൽ ഇവിടെ ഡി എക്സ് ആണ് ചെയ്തത്. അപ്പൊ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് വൈയുടെ ഒരു ഫംഗ്ഷൻ ആയിരിക്കും. എന്നിട്ട് നമ്മൾ ഈ ഫംഗ്ഷൻ നമ്മളിപ്പോ യു എന്ന് വിളിക്കും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഡോ യു ബൈ ഡോ വൈ. ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, എക്സാക്ട് ഇക്വേഷൻ ഒക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ ഡോ യു ബൈ ഡോ വൈ ചെയ്യും. ഡോ യു ബൈ ഡോ വൈ എന്ന് പറയുമ്പോൾ ഇതിനെ വിത്ത് റെസ്പെക്ട് വൈ ഡെറിവേറ്റീവ് എടുക്കും. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എക്സ് ഇ റൈസ് ടു വൈ പ്ലസ് 5 ഡാഷ് ഓഫ് വൈ ആണ്. ഇതിനെ നമ്മൾ എന്നുമായിട്ട് ഇക്വേറ്റ് ചെയ്യും. അപ്പൊ നമ്മളുടെ n എന്ന് പറയുന്നത് എന്താണ്? n എന്ന് പറയുന്നത് എക്സ് ഇ റൈസ് ടു വൈ പ്ലസ് 2y ആണ്. സോ എക്സ് ഇ റൈസ് ടു വൈ പ്ലസ് 2y ഈസ് ഈക്വൽ ടു എക്സ് ഇ റൈസ് ടു വൈ പ്ലസ് 5 ഡാഷ് ഓഫ് വൈ എന്ന് കിട്ടും. അപ്പൊ അതിൽ നിന്ന് ഇത് ക്യാൻസൽ ആയി പോവുകയും 5 ഡാഷ് ഓഫ് വൈ ഈക്വൽ ടു 2 ഓഫ് വൈ എന്ന് കിട്ടും. 5 ഓഫ് വൈ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 2y dy, that is 2y square divided by 2 plus some constant എന്ന് വരും. 2 ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ y square plus constant എന്ന് വരും. സോ നമ്മുടെ u എന്ന് പറയുന്നത് x e raised to y plus 5 of y ആയിരുന്നു. അപ്പോൾ x e raised to y plus y square plus some constant എന്ന് വരും. x e raised to y plus y square, x e raised to y plus y square equal to some constant എന്ന് എഴുതിയാലും മതി. അതും ശരിയായിട്ട് തന്നെയാണ് വരുന്നത്. ഞാൻ പറഞ്ഞില്ല, ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. സോ എക്സ് ഇ റൈസ് ടു വൈ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു സം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് സി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? സോ അടുത്ത ക്വസ്റ്റ്യൻ ശരിക്കും നമ്മുടെ സിലബസിൽ ഇല്ലായിരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരു കോഷി ഓയിലർ ഇക്വേഷൻ എന്നിട്ട് അത് സോൾവ് ചെയ്യാനാണ്. ഇപ്പോൾ കോഷി ഓയിലർ ഇക്വേഷൻ വരുമ്പോൾ നമ്മൾ y ഈക്വൽ ടു എക്സ് റൈസ് ടു എം എന്ന് കൊടുക്കും. സിലബസിൽ ഇല്ലാത്തൊരു ചോദ്യമാണ് കേട്ടോ. അപ്പോൾ y ഈക്വൽ ടു എക്സ് റൈസ് ടു എം എന്ന് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇപ്പം ഞാൻ സിലബസ് ഇല്ലാത്തതായതുകൊണ്ട് തന്നെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ എം ഇൻറ്റു എം മൈനസ് 1 പ്ലസ് എം മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അത് സോൾവ് ചെയ്യുമ്പോൾ എം ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 എന്ന് കിട്ടുകയും y ഈക്വൽ ടു c1 എക്സ് പ്ലസ് c2 എക്സ് റൈസ് ടു മൈനസ് 1, അത് കിട്ടുന്ന ഉത്തരത്തിൽ c1 എക്സ് റൈസ് ടു m1 പ്ലസ് c2 എക്സ് റൈസ് ടു m2 എന്നാണ് എഴുതുന്നത്. ഇപ്പോൾ c1 എക്സ് റൈസ് ടു 1, അതായത് c1 എക്സ് പ്ലസ് c2 എക്സ് റൈസ് ടു മൈനസ് 1 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ എങ്ങനെയായാലും നമുക്ക് അത്യാവശ്യം മാർക്ക് നമ്മുടെ കുട്ടികൾക്കെല്ലാം ഈ ഒരു എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ പഠിപ്പിച്ചതിന് പല കാര്യങ്ങളും വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞതിൽ സന്തോഷം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കൂടുതൽ ഏതെങ്കിലും എക്സാമുകൾക്കൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ ഫോളോ ചെയ്താലും മതി. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് എഡ്ക്രെഡൻസ്. ഓക്കെ.